ഫ്രണ്ട്സ്, എല്ലാവർക്കും വിന്നേഴ്സ് വേർഡിന്റെ ട്രെയിനിങ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യാണ്. ഇന്ന് നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കുമായിട്ടാണ് നിങ്ങൾക്ക് മുൻപിൽ വന്നിരിക്കുന്നത്. കാരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ ചെറിയ വളരെ മൈന്യൂട്ടായിട്ടുള്ള ചെറിയ കാരണങ്ങൾ, പക്ഷെ അത് എന്തുകൊണ്ടാണ് എന്നൊക്കെ നമുക്ക് തിരിച്ചറിയേണ്ടതുണ്ടല്ലേ. പലർക്കും അത് അറിയില്ല. ഇന്നലെ ഇപ്പൊ നമ്മുടെ MD GSTയുമായി ബന്ധപ്പെട്ട് ഡിപ്പാർട്ട്മെന്റ് വിളിപ്പിക്കുകയും അതിന് നമ്മൾ വേണ്ട രീതിയിലുള്ള GST അടച്ചില്ല എന്നുള്ള കാരണം പറഞ്ഞ് നമ്മൾക്ക് 1,26,00,000 രൂപ അടയ്ക്കാൻ പറയുക, 126 കോടി രൂപ, 126 കോടി രൂപ അടയ്ക്കാൻ പറയും. അതിൽ 51 കോടി രൂപ നമ്മുടെ കമ്പനി അടയ്ക്കുകയും അതിനുശേഷം അദ്ദേഹത്തിന് കൂടുതൽ ചോദ്യങ്ങൾക്ക് വേണ്ടി, അന്വേഷണത്തിന് വേണ്ടിയിട്ട് ഡിപ്പാർട്ട്മെന്റ് കൂടെ നിർത്തുകയും അതിനുശേഷം ഇന്നലെ അദ്ദേഹം പുറത്തിറങ്ങുകയും ചെയ്ത കാര്യങ്ങളെല്ലാം നമ്മൾ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇന്നലെ തൃശ്ശൂർ കളക്ടർ നമുക്ക് നമ്മുടെ ഹൈറിച്ചിന്റെ കമ്പനിയുടെയും MDയുടെയും ശ്രീന മാഡത്തിന്റെയും CEO ശ്രീന മാഡത്തിന്റെയും സ്വത്തുവകകൾ ജപ്തി ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു അറിയിപ്പും നമുക്ക് ലഭിക്കേണ്ടായി. 9 മണിക്ക് ശേഷം മാഡം നമുക്ക് തന്നിട്ടുണ്ട്. അതൊക്കെ നമ്മളെല്ലാവരും വായിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ഇതാണ്: ബഡ്സ് ആക്ട് പ്രകാരം, ബഡ്സ് ആക്ട് എന്ന് പറഞ്ഞ ബാനിങ് ഓഫ് അൺറെഗുലേറ്റഡ് ഡെപ്പോസിറ്റ്സ് സ്കീംസ് 2019 ഈ ആക്ടിനെ അല്ലെങ്കിൽ ഈ വ്യവസ്ഥകൾക്ക് വിരുദ്ധമായിട്ട് പബ്ലിക്കിൽ നിന്നും അമിത പലിശ വാഗ്ദാനം ചെയ്ത് പണം വാങ്ങുകയും അത് വേണ്ട രീതിയിൽ ആളുകൾക്ക് കൊടുക്കാതിരിക്കുകയും, അതായത് ആളുകൾ ആവശ്യപ്പെട്ടിട്ടും പണം തിരികെ കൊടുക്കാതിരിക്കുകയും ചെയ്തു എന്നാണ് അതിനകത്ത് എഴുതിയിരിക്കുന്നത്. ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഞാനത് FBയിൽ നിന്നാണ് കണ്ടത്. FBയിൽ നിന്ന് ഒരു പ്രമുഖ വ്യക്തിയുടെ FB പോസ്റ്റിൽ നിന്നാണ് ഞാനത് കണ്ടത്, ഞാനത് വായിച്ചത്. അതാണ് അതിനകത്ത് എഴുതിയിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ജനങ്ങളെ വഞ്ചിച്ചു എന്നാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ വസ്തുവകകൾ കണ്ടുകെട്ടിയിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഒരു കാര്യം, എന്താണ് ബഡ്സ് ആക്ട് എന്ന് നമ്മൾ അറിയണ്ടേ, വേണ്ടേ? അപ്പൊ നമ്മളുടെ കമ്പനിയെ ബാൻ ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ കമ്പനിക്ക് ഇത്തരത്തിലുള്ള ഇത് വന്നിരിക്കുന്നത് ബഡ്സ് ആക്ടിന് വിരുദ്ധമായിട്ടാണ് നമ്മുടെ കമ്പനി പ്രവർത്തിച്ചിരുന്നത്. വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. അമിത പലിശ വാഗ്ദാനം ചെയ്ത് ജനങ്ങളിൽ നിന്ന് മണി ചെയിൻ മാതൃകയിൽ പണം വാങ്ങിച്ച് ജനങ്ങളെ വഞ്ചിച്ചു എന്നുള്ളതാണ് എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ് ബഡ്സ് ആക്ട് എന്നുള്ളത് നമ്മൾ പഠിക്കേണ്ടത്, മനസ്സിലാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് വിന്നേഴ്സ് വേർഡ് നിങ്ങൾക്ക് മുൻപിൽ അറിയുന്നത്, ഇന്ന് നമ്മുടെ ബഡ്സ് ആക്ട് എന്താണ് എന്നുള്ളതാണ് നമ്മൾ പറയാനും മനസ്സിലാക്കാനും നമ്മൾ പോകുന്നത്. അതിനുവേണ്ടി നമ്മളുടെ എല്ലാം ഗുരുനാഥനായിട്ട് നമ്മളെല്ലാവരും കണക്കാക്കുന്നു നമ്മുടെ സമത് സാറിനെ നമുക്ക് ഇൻവൈറ്റ് ചെയ്യാം സ്നേഹപൂർവ്വം. പ്ലീസ് വെൽക്കം സമത് സാർ. മനോഹരമായ പുതിയൊരു പ്രഭാതത്തിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. എന്താ സന്തോഷ് സാർ, ഒരു അമിതാവേശം ഉള്ളതുപോലെ ചിരി കാണുന്നു. ചിലരുടെ മുഖങ്ങൾ മ്ലാനമാണ്, അത് മറച്ചു പിടിക്കാൻ ശ്രമിക്കുന്നു എന്ന് പറയാതിരിക്കാൻ വയ്യ. പ്രിയപ്പെട്ടവരെ, എന്നെ ചിരിപ്പിച്ച ഒരു മെസ്സേജ് ആണ് ഇന്നലെ ഞാൻ കണ്ട ഒരു സർക്കുലർ. തൃശ്ശൂർ ജില്ലാ കലക്ടറുടെ ഉത്തരവ്. ആ കലക്ടറിന്റെ ആദ്യ പാരഗ്രാഫുകളിലെ പരാമർശങ്ങൾ: ഒന്ന്, GST ഫൈൻ പൂർണ്ണമായി അടക്കാത്തതിന്റെ പ്രശ്നം. ഒന്നാമത്തെ ചോദ്യം GST അടയ്ക്കേണ്ടത് ആരാണ് എന്നുള്ളതാണ്. ഒരു കമ്പനി ലീഗലാണ് എന്നതിന്റെ തെളിവാണ് ആ കമ്പനിയിൽ നിന്ന് ഗവൺമെന്റ് GST കൈപ്പറ്റി, GST ഡിപ്പാർട്ട്മെന്റ് GST എമൗണ്ട് കൈപ്പറ്റി എന്നുള്ളത്. നിങ്ങൾ എൻ്റെ കൂടെ സഞ്ചരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഒരു കമ്പനി GST എമൗണ്ട് അടച്ചാൽ അത് ആ കമ്പനിക്ക് കോടതിയിൽ ബോധ്യപ്പെടുത്താനുള്ള തെളിവാണ്. നമ്മുടെ ടോപ്പിക്കിലേക്ക് വരുന്നതിന് മുൻപ് നിങ്ങളുടെ മാനസികാവസ്ഥയെക്കുറിച്ച് സംസാരിക്കണമെന്ന് തോന്നുന്നത് കൊണ്ടാണ് ഞാൻ ഈ വിഷയം ആദ്യം പറയുന്നത്. ഒരു കമ്പനിയോട് 1 രൂപയെങ്കിലും GST ഡിപ്പാർട്ട്മെന്റ് GST വാങ്ങിയാൽ കോടതി ഒന്നാമത് അവരോട് ചോദിക്കുന്ന ചോദ്യം, ഏതു മാനദണ്ഡത്തിലാണ് നിങ്ങൾ ഇവരോട് GST വാങ്ങിയത് എന്നുള്ളതാണ്. കാരണം ബഡ്സ് ആക്ടിന്റെ പരിധിയിൽ വരുന്ന കമ്പനികൾക്ക് GST ബാധകമല്ല, കമ്പനി പൂട്ടാനാണ് നിയമം. മണി ചെയിൻ പരിധിയിൽ വരുന്ന കമ്പനികൾക്ക് GST ബാധകമല്ല, കമ്പനി പൂട്ടാനാണ് നിയമം. 51.5 കോടി രൂപ ഈ കഴിഞ്ഞ ആഴ്ചയിലും അതിന്റെ മുൻപ് എല്ലാ മാസങ്ങളിലും കൃത്യമായി കമ്പനി GST അടക്കുന്നു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഈ കമ്പനി ലീഗലി
അനുവദിക്കപ്പെട്ടതാണ് എന്നതിന് അതിനപ്പുറം മറ്റൊരു രേഖ കോടതിയിൽ ഇനി ആവശ്യമില്ല. ഇനി നമ്മൾ സംസാരിക്കേണ്ടത് കോടതിയിലാണ് എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ആ വിഷയം ആദ്യം ബോധ്യപ്പെടുത്തുന്നത്. ഇതുവരെയുള്ള ഉത്തരവ് വരെ, കലക്ടറുടെ ഉത്തരവ് വരെ ഒരുപക്ഷെ പല സമ്മർദ്ദങ്ങൾക്കും വിധേയമായിട്ടുണ്ടാവാം. കാരണം എന്താണോ വരുന്ന ഉത്തരവുകൾ, ആ ഉത്തരവുകൾക്ക് മുൻപേ ആ ഉത്തരവുകളുടെ അതേ ഭാഷ പലരും നമ്മളോടൊക്കെ സംസാരിച്ചിരുന്നു. ഐ റിപ്പീറ്റ്, എന്താണോ നമ്മൾ കാണുന്ന ഉത്തരവുകൾ, ആ ഉത്തരവുകൾ അതിന്റെ നാളുകൾക്ക് മുമ്പ് തന്നെ പലരും നമ്മളോട് സംസാരിച്ചിരുന്നു. എന്ന് പറഞ്ഞാൽ ആരുടെയൊക്കെയോ തിരക്കഥകളിലൂടെയാണ് പരിസരം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് എന്നതിന്റെ കൃത്യമായ മറുപടിയാണ് ഈ കഴിഞ്ഞ 3-4 ദിവസങ്ങളിൽ നമ്മൾ കേട്ടതും അനുഭവിച്ചതും. ഇനിയുള്ള ഭാഷ കോടതിയുടേതാണ്. ഒന്നാമത്തെ ചോദ്യം മണി ചെയിന് GST ബാധകമാണോ എന്നതാണ്. രണ്ടാമത്തേത് ബഡ്സ് ആക്ടിന്റെ പരിധിയിൽ വരുന്ന കമ്പനികൾക്ക് GST ബാധകമാണോ എന്നതാണ്. ഇത് രണ്ടുമല്ല എങ്കിൽ കഴിഞ്ഞ 6 വർഷം എന്തിനായിരുന്നു ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിൽ നിന്ന് GST വാങ്ങിയത് എന്നുള്ളതാണ്. നിങ്ങളുടെ കൂടെയുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് മാത്രം മതി നമ്മുടെ കമ്പനിയുടെ സിസ്റ്റം ലീഗലാണ് എന്ന് കോടതിയിൽ ബോധ്യപ്പെടുത്താൻ. പിന്നെ എന്തിനാണ് അക്കൗണ്ട് മരവിപ്പിച്ചത്? അത് ആദ്യത്തെ സംഭവമല്ല. എത്രയോ കമ്പനികളുടെ അന്വേഷണാത്മകമായ വിഷയവുമായി ബന്ധപ്പെട്ട് എത്രയോ കമ്പനികൾക്ക് ഇതിന് സമാനമായ അനുഭവങ്ങൾ വന്നിട്ടുണ്ട്. ആ അനുഭവങ്ങൾ 3, 4, 7, 10 ഒരു മാസവും കൊണ്ടും ഒക്കെ റിലീസായ എത്രയോ സംഭവങ്ങൾ നമ്മുടെ തന്നെ മലയാള പരിസരങ്ങളിലുമുണ്ട്. ഒന്നാമത്തെ വിഷയം, ഒരു കമ്പനി GST അടച്ചു എന്ന് പറഞ്ഞാൽ അതോടുകൂടി അത് ലീഗലാണ് എന്നുള്ളതിന്റെ കൃത്യമായ ബോധ്യമാണ് അവിടെയുള്ളത്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ആ വിഷയം ഹൈറിച്ച് എന്താണ്, ബഡ്സ് ആക്ട് എന്ത് എന്നുള്ളതാണ്. ഒരുപക്ഷെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്കിടയിലാണ് ബഡ്സ് ആക്ട് നമുക്കിടയിൽ നിരന്തരമായ പ്രയോഗങ്ങൾ പലരും നടത്തിയത്. അത് ചില ബ്ലോഗേഴ്സിന്റെ സംഭാവനയാണ്, ചില മറ്റു മണി ചെയിൻ കമ്പനികളുടെ സംഭാവനയാണ്, മറ്റു ചില MLMകളുടെയും സംഭാവനയാണ്, ചില നാലാംകിട പൊളിറ്റീഷ്യൻസിന്റെയും സംഭാവനയാണ്. എങ്ങനെയാണ് ബഡ്സ് ആക്ടിന്റെ പരിധിയിലേക്ക് ഇത് വരുന്നത് എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം. അത് ചോദിക്കുന്നതിന് മുൻപ് എന്താണ് ബഡ്സ് ആക്ട് എന്നാണ് പറയേണ്ടത്. ഒരാളുടെ പണം മറ്റൊരാൾ അവിഹിതമായി കൈപ്പറ്റുക, അതാണ് യഥാർത്ഥത്തിൽ നിയമവിരുദ്ധമായ പണം സമാഹരണം. അപ്പോൾ ആർക്കൊക്കെ മറ്റൊരാളുടെ പണം കൈപ്പറ്റാം, അതിന് കൃത്യമായ രേഖയും നിയമവ്യവസ്ഥിതിയും വന്നു. എങ്കിലും അതിന്റെ പിന്നിൽ, അതിന്റെ മറവിൽ നിയമങ്ങളെ മറപിടിച്ചുകൊണ്ട് നടന്ന ഒരുപാട് പണം തട്ടിപ്പുകൾ മണി ചെയിൻ മാതൃകയിൽ ഇന്ത്യയിലെമ്പോഴും നടന്നുപോയി. അപ്പോഴാണ് 2015 മണി ചെയിൻ ബാൻഡ് ആക്ട് എന്ന ഒരു നിയമം വരുന്നത്. 2015 മണി ചെയിൻ നിരോധിച്ചുകൊണ്ടുള്ള ആക്ട് വന്നപ്പോൾ അന്ന് മുതൽ എങ്ങനെ അതിനെ മറികടക്കാം എന്ന ചിന്തയിൽ പല മണി ചെയിൻ കമ്പനികളും പല വ്യവസ്ഥിതികളും പല സംവിധാനങ്ങളും രൂപപ്പെടുത്തിയെടുത്തു. സ്വാഭാവികമായും അടുത്ത ഒരു നിയമം, അതിന്റെ ഉപോത്ബലകമായിട്ട് അടുത്ത നിയമം വന്നു. ആ നിയമമാണ് 2019 ജൂലൈ മാസത്തിൽ സെൻട്രൽ ഗവൺമെന്റ് കൊണ്ടുവന്ന ബഡ്സ് ആക്ട് അഥവാ ബാൻഡ് അൺറെഗുലേറ്ററി ഫണ്ടിങ് സ്കീം, ഡെപ്പോസിറ്റ് സ്കീം. അതാണ് യഥാർത്ഥത്തിൽ ബഡ്സ്. എന്താണ് അതിന്റെ അർത്ഥം? അൺറെഗുലേറ്റഡ് ആയ, ഒരിക്കലും ലീഗലായി ന്യായമായി കണക്ക് കൂട്ടാൻ കഴിയാത്ത ഫണ്ടുകൾ ഡെപ്പോസിറ്റ് ആക്കി ഒരു ബിസിനസിന്റെ മറവിൽ സ്വീകരിക്കുന്നതിനെ നിരോധിച്ചുകൊണ്ടുള്ള ആക്ട്. ഇങ്ങനെ ഒരു ആക്ട് വരുമ്പോൾ സ്വാഭാവികമായും ഒരു കമ്പനി വ്യത്യസ്തമായ രീതിയിൽ, അതൊരു ചെറിയ ഹോട്ടലാണെങ്കിലും ഒരു വലിയ കോർപ്പറേറ്റ് കമ്പനി ആണെങ്കിലും വ്യത്യസ്തമായ രീതികളിൽ നിന്ന് ആളുകളിൽ നിന്ന് പണം സ്വീകരിക്കാറുണ്ട്. ഒന്നുകിൽ അത് ഷെയർ ഹോൾഡ് ആയിട്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു വർഷത്തേക്കുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് സ്കീം ആയിട്ടായിരിക്കും. ഇങ്ങനെ പല രീതിയിൽ ആളുകളിൽ നിന്ന് പണം സ്വീകരിക്കാറുണ്ട്. അതുപോലെ തന്നെയുള്ള മറ്റൊരു രീതിയാണ് ഒരു കസ്റ്റമറിൽ നിന്ന് അഡ്വാൻസ് ആയി പണം മേടിക്കുന്നു, പിന്നീട് അവർക്ക് അതിൻ്റെതായ ഓഫറുകൾ അനുവദിച്ചു കൊടുക്കുന്നു. ഇങ്ങനെ പലതരത്തിൽ അഡ്വാൻസ് ചെയ്ത എമൗണ്ടുകൾ വാങ്ങുന്ന പല സിസ്റ്റങ്ങളുമുണ്ട്. ഇപ്പം നമുക്കറിയാം, ഈ റിസോർട്ട് ക്ലബ്ബ് ഒരു ഉദാഹരണം. റിസോർട്ട് ക്ലബ്ബ് ജിംഖാനയിൽ ഇപ്പൊ ഈ പ്രശ്നം നടക്കുന്ന അതേ തൃശ്ശൂർ കേന്ദ്രീകരിച്ച് തന്നെയാണ് ജിംഖാന എന്ന് മനസ്സിലാക്കുന്നു. റിസോർട്ട് ക്ലബ്ബ് ഉണ്ട്. എന്താണ് റിസോർട്ട് ക്ലബ്ബ്? ആ റിസോർട്ടിൽ അവർക്ക് അവിടുത്തെ എല്ലാ എന്റർടൈൻമെന്റും സ്വിമ്മിംഗ് പൂളും എല്ലാം ഉപയോഗിക്കാം. പക്ഷെ അവർ അതിനു മുൻപ് ആദ്യം 4 ലക്ഷം രൂപ അഡ്വാൻസ് കൊടുത്തിരിക്കണം. ഹലോ,
4 ലക്ഷം രൂപ അഡ്വാൻസ് കൊടുത്ത്, കൺസൈൻമെന്റ് അഡ്വാൻസ് കൊടുത്ത ഒരു വ്യക്തിക്ക് അതിൽ മെമ്പർഷിപ്പ് കിട്ടും. അവർക്ക് അതിന്റെ ബേസിക് എന്റർടൈൻമെന്റുകളെല്ലാം ഫ്രീ ആയിട്ട് അനുഭവിക്കാം. അവിടെ അവർക്ക് പോയി താമസിക്കണോ, അതിന് അവർ മറ്റുള്ളവർ നൽകുന്നതിന്റെ 20% റിഡക്ഷനോടുകൂടി അവർക്ക് അവിടെ താമസിക്കുകയും ചെയ്യാം. ഇത് ലീഗലാണോ? ലീഗലാണ്. നമ്മൾ ഈ മിനിയാന്ന് പരാമർശം, നമ്മുടെ KCBയിൽ നമ്മൾ ബില്ല് അഡ്വാൻസ് ചെയ്ത് കൊടുക്കുന്നു. ഇത് ലീഗലാണോ? ലീഗലാണ്. കാരണം അത് ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റുകൾ ചെയ്യുന്ന സിസ്റ്റമാണ്. അപ്പോൾ ബഡ്സ് ആക്ട് 2019 ജൂലൈ മാസത്തിൽ ബഡ്സ് ആക്ട് വന്നപ്പോൾ ഓരോ സംസ്ഥാനത്തും അത് ഇംപ്ലിമെന്റ് ചെയ്യേണ്ടതിന്റെ വ്യത്യസ്തമായ മാനദണ്ഡങ്ങൾ സംസ്ഥാനങ്ങൾക്ക് തീരുമാനിക്കാനുള്ള അധികാരമുണ്ട്. സ്വാഭാവികമായും ഓരോ സംസ്ഥാനത്തും അവിടുത്തേതായ പല സ്കീമുകളും ഉണ്ടാവും. ഇപ്പം സംസ്ഥാനത്തിന്റെ ലോട്ടറി സംവിധാനങ്ങളുണ്ട്, മറ്റു സംസ്ഥാനങ്ങളിലെ ലോട്ടറികൾ ഒരു സംസ്ഥാനം, ഇപ്പം ആസാം ലോട്ടറിയും സിക്കിം ലോട്ടറിയും ഒക്കെ കേരളത്തിലുണ്ടായ ഒരുപാട് നിയമപ്രശ്നങ്ങൾ നമുക്കറിയാൻ കഴിയും. ഇതൊക്കെ ഒരു സംസ്ഥാനത്തിന്റെ ബോർഡർ വിട്ട് അവിടുത്തെ ബിസിനസ് മറ്റൊരു നാട്ടിലേക്ക് പോകുമ്പോഴുള്ള സിസ്റ്റമാണ്. എന്നാൽ 2019 ജൂലൈ മാസത്തെ ബഡ്സ് ആക്ട് നിലവിൽ വന്നപ്പോൾ സ്വാഭാവികമായും അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ താഴെത്തട്ടുകൾ സംസ്ഥാന തലങ്ങളിൽ അവരുടേതായ ചില കസ്റ്റമൈസേഷൻ നടത്തേണ്ടതുണ്ട്. UGC കോളേജുകൾക്ക് ഒരു നിയമം ഉത്തരവിറക്കിയാൽ അത് അതുപോലെ ഇന്ത്യയിലെ 250 യൂണിവേഴ്സിറ്റികളും ഒരുമിച്ച് ഏറ്റെടുക്കാറില്ല. മറിച്ച് ആ യൂണിവേഴ്സിറ്റികളിലെ സെനറ്റ് സിൻഡിക്കേറ്റ് ബോഡി കൂടി അവർക്കനുസരിച്ച് അതിനെ കസ്റ്റമൈസ് ചെയ്ത് മാറ്റിയെടുക്കുവാനുള്ള നിയമന അധികാരം അതത് ബോഡികൾക്കുണ്ട്. അതുപോലെ തന്നെ 2019 ജൂലൈ മാസത്തിൽ ഈ ഉത്തരവ് വന്നു എങ്കിലും കേരള സംസ്ഥാനത്തിൽ 2020 നവംബർ 23-നാണ് ബഡ്സ് ആക്ട് പ്രാബല്യത്തിൽ വരുന്നത്. ഐ റിപ്പീറ്റ്, 2019 ജൂലൈ മാസത്തിൽ ഈ ഉത്തരവ് വന്നു എങ്കിലും 2020 നവംബർ 23-നാണ് കേരളത്തിൽ ബഡ്സ് ആക്ട് പ്രാബല്യത്തിൽ വരുന്നത്. കേരളത്തിൽ ബഡ്സ് ആക്ട് പ്രാബല്യത്തിൽ വന്ന ഉത്തരവിൽ തന്നെ പരാമർശിക്കുന്ന ചില എക്സെപ്ഷനുകൾ ഉണ്ട്. ആ എക്സെപ്ഷൻ ഒന്നാമത്തേത് കൺസൈൻമെന്റ് അഡ്വാൻസ് എന്നുള്ളതാണ്. ഐ റിപ്പീറ്റ്, ആ എക്സെപ്ഷനിൽ ഒന്നാമത്തേത് കൺസൈൻമെന്റ് അഡ്വാൻസ് ഈ ബഡ്സ് ആക്ടിന്റെ പരിധിയിൽ വരുന്നതല്ല എന്നുള്ളതാണ്. രണ്ടാമത്തെ എന്താ, ഫണ്ടിങ് സ്വീകരിക്കുവാനുള്ള അപ്രൂവലുള്ള അതോറിറ്റികളുണ്ട്. RBI പോലെ, പെൻഷനേഴ്സ് ഇൻഷുറൻസ്, അതുപോലുള്ള വ്യത്യസ്തമായ 7 സ്കീമുകളുണ്ട്. ഈ 7 സ്കീമുകളുടെ ലൈസൻസിങ്ങിന്റെ പരിധിയിൽ വരുന്ന ഫണ്ടിങ് സിസ്റ്റങ്ങൾക്കും കൺസൈൻമെന്റ് അഡ്വാൻസിനും ഏത് ബാധകമല്ല? ബഡ്സ് ആക്ട് ബാധകമല്ല. അങ്ങനെ ബഡ്സ് ആക്ട് ബാധകമാണ് എങ്കിൽ എത്രയോ കേരളത്തിലുള്ള കമ്പനികൾ ഈ വിഷയത്തിൽ പൂട്ടേണ്ടതുണ്ട്. എത്രയോ കമ്പനികൾ ഈ വിഷയത്തിൽ പൂട്ടേണ്ടതുണ്ട്. നമ്മൾ ഓരോ മാസത്തേക്കും കേബിൾ കണക്ഷന് നമ്മൾ പേയ്മെന്റ് കൊടുക്കുന്നത് ഒരർത്ഥത്തിൽ ബഡ്സ് കൺസൈൻമെന്റ് അഡ്വാൻസിന്റെ മെത്തേഡിലാണ്. ഇതുപോലെ ഞാൻ ഈ പറഞ്ഞ ടൂറിസം ക്ലബ്ബുകൾ, അതുപോലുള്ള ഒട്ടേറെ സംവിധാനങ്ങൾ കൺസൈൻമെന്റ് അഡ്വാൻസ് വെച്ച് പ്രവർത്തിക്കുന്ന എത്രയോ സംരംഭങ്ങളുണ്ട്. ഇപ്പോൾ മലപ്പുറം ജില്ലയിൽ പുതിയൊരു ഹോസ്പിറ്റൽ ആരംഭിക്കാനിരിക്കുന്നു. മറ്റു യഥേഷ്ടം ജില്ലകളിൽ ഈ സ്കീമിൽ സൂപ്പർ മാർക്കറ്റുകൾ, ഒരു നാട്ടിലെ കുറച്ച് ആളുകൾ കൂടി അഡ്വാൻസ് പേയ്മെന്റ് എടുത്ത് കൺസൈൻമെന്റ് അഡ്വാൻസ് ആയി പരിഗണിച്ച് അങ്ങനെയുള്ള 100-200 ആളുകൾ ചേർന്ന് ഒരു ടീമിനെ അതിന്റെ അഡ്മിനിസ്ട്രേഷൻ ഏൽപ്പിച്ച് നടത്തുന്ന സൂപ്പർ മാർക്കറ്റ് പ്രോജക്റ്റുകളുണ്ട്. എന്താണ് അവർക്കുള്ള ഓഫർ? നേരത്തെ ഇതിന് എമൗണ്ട് കൊടുത്ത ആളുകൾക്ക് അതിനൊരു സ്കീം അവർ അനുവദിക്കുന്നു, അല്ലാത്തവർക്ക് പബ്ലിക് മാർക്കറ്റിലെ സെയിം പ്രൈസിൽ അവിടെ നിന്ന് പ്രൊഡക്റ്റ് കൊടുക്കുന്നു. ഇങ്ങനെയുള്ള കൺസൈൻമെന്റ് അഡ്വാൻസ് ബിസിനസ് എന്ന് പറഞ്ഞാൽ ഒരു ബിസിനസ് തുടങ്ങുവാനുള്ള ഇൻവെസ്റ്റ്മെന്റ് എമൗണ്ട് ഒരു കമ്പനിയുടെ ടീമിന്റെ ഒരാശയവും ബിസിനസ്സുമുള്ള കമ്പനിയുടെ കൈവശമില്ല എങ്കിൽ അവരുടേക്ക് വരുന്ന കസ്റ്റമേഴ്സിൽ നിന്ന് അഡ്വാൻസ് ആയി പേയ്മെന്റ് നൽകി ആ വാങ്ങിയ പേയ്മെന്റിന്റെ സർവീസ് അവർക്ക് തിരിച്ചു കൊടുക്കുവാൻ കഴിയുന്ന സംവിധാനമാണ്. അതൊരു ബിസിനസ് പ്രൊമോഷനാണ്. അങ്ങനെ ഒരു പ്രൊമോഷൻ അവിടെ നൽകിയില്ല എങ്കിൽ ബഡ്സ് ആക്ടിന്റെ പരിധിയിൽ പല ബിസിനസ്സുകളും വരികയും സ്വന്തമായി ഇൻവെസ്റ്റ്മെന്റ് എമൗണ്ട് ഇല്ലാത്ത പലർക്കും ഇതിന്റെ ബിസിനസ് ഇംപ്ലിമെന്റേഷൻ ബുദ്ധിമുട്ടാവുകയും ചെയ്യും എന്നുള്ളത് കൊണ്ടാണ് ബഡ്സ് ആക്ടിന്റെ പരിധിയിൽ നിന്ന് ഇത്തരം പ്രോജക്റ്റുകൾ ഒഴിവാക്കിയത്, ഇത്തരം സ്കീമുകൾ ഒഴിവാക്കിയിട്ടുള്ളത്. അതില്ലായിരുന്നുവെങ്കിൽ ഇന്ന് ഇന്ത്യയിൽ കാണുന്ന പല ബിസിനസ് പ്രോജക്റ്റുകളും നമുക്ക് കാണാൻ കഴിയില്ലായിരുന്നു. എല്ലാ ബിസിനസ് പ്രോജക്റ്റുകൾക്കും ഇതുപോലെയുള്ള കൺസൈൻമെന്റ് അഡ്വാൻസ് സിസ്റ്റങ്ങൾ മെജോറിറ്റിയായ പല പ്രോജക്റ്റുകളും ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് സ്റ്റാർട്ടപ്പ് ബിസിനസ് പ്രോജക്റ്റുകൾ പലതും കൺസൈൻമെന്റ് അഡ്വാൻസ് കസ്റ്റമേഴ്സിൽ നിന്ന് വാങ്ങുന്നുണ്ട്. ആ കൺസൈൻമെന്റ് അഡ്വാൻസിന് നമ്മുടെ കമ്പനി ഉപയോഗിച്ച
കസ്റ്റമൈസ്ഡ് ആയ നാമമാണ് ഡിജിറ്റൽ റെഡീം കൂപ്പൺ പർച്ചേസിംഗ് എന്നുള്ളത്. ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ കൺസൈൻമെന്റ് അഡ്വാൻസ് എന്ന ലീഗൽ വശമാണ് നമ്മൾ ഡിജിറ്റൽ റെഡീം കൂപ്പൺ പർച്ചേസിംഗ് എന്ന രീതിയിൽ നമ്മൾ സ്വീകരിച്ചത്. എന്താണ് ഡിജിറ്റൽ റെഡീം കൂപ്പൺ പർച്ചേസിംഗ്? ഒരേ സമയം പിന്നീട് ആ കസ്റ്റമറിന് പർച്ചേസ് ചെയ്യാവുന്ന ഒരു എമൗണ്ട് അഡ്വാൻസ് ആയി നൽകുകയും, എന്നാൽ ആ എമൗണ്ട് അഡ്വാൻസ് ആയി നൽകുന്നതിന് പർച്ചേസിങ്ങിന് പുറമെ അവർക്ക് ഒരു ലാഭവിഹിതം നൽകുകയും ചെയ്യുക എന്ന സിസ്റ്റമാണ് കമ്പനി ഇംപ്ലിമെന്റ് ചെയ്തത്. എന്നാൽ യഥാർത്ഥത്തിലുള്ള കൺസൈൻമെന്റ് അഡ്വാൻസിൽ ആ കസ്റ്റമറിന് ഓഫറിൽ പ്രൊഡക്റ്റുകൾ നൽകുക എന്നത് മാത്രമേ ഉള്ളൂ. അതിനേക്കാളും ബെസ്റ്റ് ഒരു ഓഫർ കമ്പനി നൽകി. ഇതാണ് യഥാർത്ഥത്തിൽ പലരെയും ചൊടിപ്പിച്ചത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഐ ആം നോട്ട് സെയിങ് ഒഫീഷ്യലി വിന്നേഴ്സ് വേൾഡ് എന്നുള്ളത് ഒരിക്കലും ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിയുടെ ഒരു ഒഫീഷ്യലായ പ്ലാറ്റ്ഫോം അല്ല, മറിച്ച് ഇതിനകത്ത് ബിസിനസ് പ്രൊമോഷൻ നടത്തുന്ന, റെഫറൽ മാർക്കറ്റിംഗ് നടത്തുന്ന ആളുകളുടെ ഒരു പ്രൈവറ്റ് കൂട്ടായ്മ മാത്രമാണ് വിന്നേഴ്സ് വേൾഡ് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ വീണ്ടും പറയുന്നു, കൺസൈൻമെന്റ് അഡ്വാൻസ് സാധാരണ കസ്റ്റമേഴ്സിന് റിഡക്ഷൻ കൊടുക്കാറുള്ളൂ എങ്കിൽ ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പി അഡ്വാൻസ് ആയി ആ റിഡക്ഷന് പുറമെ കമ്പനിക്ക് ലഭിക്കുന്ന, കാരണം ഒരു ബിസിനസ് പ്രോജക്റ്റ് ഒരു ടീം ആരംഭിക്കുമ്പോൾ അവർക്ക് വേണ്ട വ്യത്യസ്തമായ തരത്തിൽ ഫണ്ടിങ്, ഷെയർ ആയിട്ടോ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ടോ അതല്ലെങ്കിൽ പാർട്ട് ടൈം ഇൻവെസ്റ്റ്മെന്റ് ആയിട്ടോ കൺസൈൻമെന്റ് അഡ്വാൻസ് ഒക്കെ ആയിട്ട് നൽകുമ്പോൾ സ്വാഭാവികമായും അവരുടെ ആ സാമ്പത്തികമായ വിഹിതം കൊണ്ടുകൂടിയാണ് ആ കമ്പനി എസ്റ്റാബ്ലിഷ്ഡ് ആയ റെപ്യൂട്ടേഷനായ ഒരു തലത്തിലേക്ക് സഞ്ചരിക്കുന്നത്. അങ്ങനെ തലത്തിലേക്ക് സഞ്ചരിക്കുമ്പോൾ ന്യായമായും അവർ കൂടി ഇതിന്റെ ലാഭവിഹിതത്തിന്റെ അർഹരല്ലേ എന്ന ചിന്തയിൽ നിന്നാണ് ഏറ്റവും നല്ല അത്തരത്തിലുള്ള മറ്റുള്ളവരിലേക്ക് കൂടി ഞങ്ങൾക്ക് ലഭിക്കുന്ന റിച്ച്നെസ്സും നൽകണമെന്ന താല്പര്യമുള്ള ഒരു മാനേജ്മെന്റ് അതിന്റെ ഒരു ലാഭവിഹിതത്തിന്റെ ഷെയർ കൺസൈൻമെന്റ് അഡ്വാൻസ് നൽകുന്ന കസ്റ്റമേഴ്സിന് കൂടി നൽകാൻ തീരുമാനിച്ചു. ഈ നൽകാനുള്ള തീരുമാനം കൺസൈൻമെന്റ് അഡ്വാൻസ് സിസ്റ്റം ഇംപ്ലിമെന്റ് ചെയ്യുന്ന 99% കമ്പനികളും സ്വീകരിക്കുന്ന നയമല്ല. ക്ലിയർ ആണല്ലോ? അതുതന്നെയാണ് ഒരർത്ഥത്തിൽ അവരെ ചൊടിപ്പിച്ചത്. രണ്ടാമത്തെ ഒരു വിഭാഗത്തെ ഇത് ചൊടിപ്പിച്ചതും ഇതിന്റെ പിന്നിൽ ഒരുപക്ഷെ പ്രവർത്തിക്കുന്നതുമാരാണ്? MLM കമ്പനികളാണ്. അവരാണ് പലപ്പോഴും ഇത് ആസൂത്രിതമായി ഇതിനെക്കുറിച്ച് നിരന്തരമായി സംസാരിച്ചതും അവരുടെ പ്ലാറ്റ്ഫോമിൽ നിരന്തരമായി അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു ഹൈറിച്ച് ബെഡ്സ് ആക്ടിന്റെ പരിധിയിലേക്ക് വരുന്നു എന്ന്. അത് കാലങ്ങളായി അവർ സംസാരിച്ചു കൊണ്ടേയിരിക്കുന്നതാണ്. എവിടെ നിന്നാണ് അവർക്ക് ഈ മുൻധാരണ കിട്ടിയത്? ഒന്നുകിൽ ബെഡ്സ് ആക്ടിന്റെ നിയമം മാറണം, അല്ലെങ്കിൽ ഹൈറിച്ചിന്റെ സ്കീം മാറണം. ഹലോ, ഒന്നുകിൽ ബെഡ്സ് ആക്ടിന്റെ നിയമം മാറണം, അല്ലെങ്കിൽ ഹൈറിച്ചിന്റെ സ്കീം മാറണം. ഇത് രണ്ടും മാറാതെ കഴിഞ്ഞ 4 വർഷമായി നിലനിൽക്കുന്ന കൺസൈൻമെന്റ് അഡ്വാൻസ് സ്കീം, ഗവൺമെന്റിന്റെ പോളിസിയും മാറിയില്ല, കമ്പനിയുടെ പോളിസിയും മാറിയില്ല. പിന്നെ എങ്ങനെയാണ് ഒരേ സ്കീമിൽ 4 വർഷം GST അടച്ച ഒരു സിസ്റ്റം ഒരു സമയത്ത് ബെഡ്സ് ആക്ടിന്റെ പരിധിയിൽ വരിക എന്ന ചോദ്യം അവിടെ ന്യായമായും ഉണ്ട്. ഹലോ, ആർ യു വിത്ത് മീ? ഒരേ സമയം 4.5 വർഷമായി കൺസൈൻമെന്റ് അഡ്വാൻസ് സിസ്റ്റം നിലനിൽക്കുകയും ആ സിസ്റ്റം ജെന്യൂൻ ആണ് എന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ കമ്പനി ആനുവൽ റിപ്പോർട്ട് സമർപ്പിച്ച് കമ്പനിയുടെ ടേൺ ഓവറും പ്രോഫിറ്റ് റേഷ്യോയും കൃത്യമായ കണക്കുകളുടെ അടിസ്ഥാനത്തിൽ കാണിച്ച് ഓരോ മാസവും അതിലേക്ക് ആവശ്യമായ GST എമൗണ്ടുകളും ടാക്സും കമ്പനി നൽകി പോരുന്ന ഒരു സിസ്റ്റം ഒരു ദിവസം ബെഡ്സ് ആക്ടിന്റെ പരിധിയിൽ വരണമെങ്കിൽ ഒന്നെങ്കിൽ ബെഡ്സ് ആക്ട് അപ്പൻഡിക്സിന് വിധേയമാവണം, അത് റിനോവേഷന് വിധേയമാവണം, അല്ലെങ്കിൽ കമ്പനിയുടെ പോളിസി കമ്പനി മാറ്റിയിരിക്കണം. ഇത് രണ്ടും മാറ്റാതെ 4.5 വർഷമായി ലീഗലായ ഒരു സിസ്റ്റം എങ്ങനെയാണ് ഒരു സമയത്ത് ഇങ്ങനെ മാറിയത്? അത് ഞാൻ മിനിയാന്ന് സംസാരിച്ച ഹിമാലയ എന്ന കമ്പനി ബാൻ ചെയ്ത് 3-4 മാസം കൊണ്ട് ഓപ്പൺ ചെയ്തപ്പോൾ അതിന്റെ ബിസിനസ്സിൽ ചില ക്രൈസിസ് ക്രിയേറ്റ് ചെയ്യാൻ, ആ ഒരു പ്രോഡക്റ്റ് മരുന്നായതുകൊണ്ട് ഒരു സംശയം ജനിപ്പിക്കുവാൻ, പബ്ലിക് മാർക്കറ്റിലേക്ക് അതിനെ ഒരു സംശയ ദൃഷ്ടിയോടുകൂടി നോക്കി കാണിപ്പിക്കുവാൻ അതിനെതിരെ പണിയെടുത്തവർക്ക് സാധിച്ചുവെങ്കിൽ അതേ ചിന്ത തന്നെയാണ് ഒരു കുറഞ്ഞ നാളിലേക്കെങ്കിലും ഒരു കമ്മ്യൂണിറ്റിക്കകത്ത് ഒരു നെഗറ്റീവ് ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യാൻ കഴിയുമോ എന്ന ശ്രമം തന്നെയാണ് ഇതിനു പിന്നിൽ പണിയെടുക്കുന്നവർ ശ്രദ്ധിക്കുന്നത്. ഒരുപക്ഷെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സർക്കാരിന്റെ നവകേരള സദസ്സ്, ആ സദസ്സുമായി ബന്ധപ്പെട്ട് കമ്പനി നൽകി എന്ന് അവകാശപ്പെടുന്ന ഒരു സഹായം പോലും ചില ആളുകളെ ചൊടിപ്പിച്ചു എന്ന് വേണം ചില ആളുകളുടെ FB പോസ്റ്റ് കാണുമ്പോൾ. 4-കിട രാഷ്ട്രീയക്കാർ രാഷ്ട്രീയത്തിൽ നിന്ന് യാതൊരു വരുമാനവും ലഭിക്കാതിരിക്കുമ്പോൾ ഈ പറഞ്ഞ ക്രൈം
ജേർണലിസ്റ്റുകളെ പോലെ, അതുപോലെ നാലാംകിട ദാരിദ്ര്യം മൈൻഡ് സെറ്റ് ഉള്ള വ്ളോഗേഴ്സിനെ പോലെ എങ്ങനെയെങ്കിലും 4 ആളുകൾ സെർച്ച് ചെയ്യാൻ സാധ്യതയുള്ള വാക്കുകൾ വീഡിയോയിൽ നൽകി അതിൽ നിന്ന് എനിക്ക് യൂട്യൂബിൽ നിന്ന് എന്തെങ്കിലും ഒരു ഡോളർ വരുമാനം കിട്ടുമോ എന്ന് ചിന്തിച്ച് നടക്കുന്ന ദാരിദ്ര്യം മൈൻഡ് സെറ്റ് ഉള്ള ചില ആളുകൾ ഇതിന്റെ പിന്നിലുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. അവർ ഒരു പക്ഷേ വ്ളോഗേഴ്സ് ആയിരിക്കാം, ഒരു പക്ഷേ MLM കമ്പനികളിലെ ഇത്തരം ഒരു കൺസൈൻമെന്റ് അഡ്വാൻസ് വാങ്ങാൻ എത്രയോ ആളുകൾ MLM സിസ്റ്റത്തിൽ വർക്ക് ചെയ്യുന്ന ഏതു കമ്പനികളാവട്ടെ, അവർ ഈ പ്ലാൻ കേട്ടാൽ പറയുന്ന 3 മറുപടികളുണ്ട്. ഒന്നാമത്തെ മറുപടി എന്താ? സാറേ, അത് റിസ്ക് ആണ്. ഞങ്ങൾ കൊടുക്കുന്ന പ്രോഡക്റ്റ് വിറ്റിട്ട് അതിന് 30 പൈസ കമ്മീഷൻ കിട്ടിയാൽ ഞങ്ങൾക്ക് സ്വസ്ഥമായിട്ട് ഉറങ്ങാലോ എന്ന് പറഞ്ഞാൽ ബിസിനസ് മൈൻഡ് ഇല്ലാത്ത തനി എംപ്ലോയബിലിറ്റി മൈൻഡ് സെറ്റുള്ള ഒരു വിഭാഗം. രണ്ടാമത്തത് അവരുടെ മറുപടി എന്താ? ഞങ്ങൾ കുറെ ആൾക്കാരെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് ജോയിൻ ചെയ്യിപ്പിച്ചിട്ടുണ്ട്, അവരെ അനാഥരാക്കി വിട്ടിട്ട് നമ്മൾ അങ്ങോട്ട് പോരുക എന്ന് പറയുന്നത് മോശമല്ലേ? അതാണ് അവരുടെ രണ്ടാമത്തെ മറുപടി. മൂന്നാമത്തെ മറുപടിയോ, ഞങ്ങളുടെ ലീഡേഴ്സ് ഞങ്ങളെ വിട്ടിട്ട് ഇതിൽ നിന്ന് നിങ്ങളുടെ കമ്പനിയിലേക്ക് പോന്നിട്ടുണ്ട്, അത് ഇവിടെ വലിയ ചർച്ചകൾക്ക് കാരണമാണ്. അപ്പൊ ഞങ്ങളും പോന്നാൽ ഞങ്ങൾക്കെതിരെ എന്തെങ്കിലും ആക്ഷൻ വരുമോ, പ്രശ്നം വരുമോ എന്നതാണ് ഞങ്ങളെ പേടിപ്പിക്കുന്നത്. എന്നതല്ലാതെ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ബിസിനസ്, മിനിയാന്ന് നമ്മളത് സംസാരിച്ചു, ഡയറക്റ്റ് മാർക്കറ്റിലേക്ക് പ്രോഡക്റ്റ് കൊണ്ടുവരുന്നത് നിലവിലുള്ള മാർക്കറ്റിനെ വലിയ ക്രൈസിസ് സൃഷ്ടിക്കുന്നു. ആ സൃഷ്ടിക്കുന്നതിനു പകരം നിലവിൽ നമ്മുടെ മാർക്കറ്റിൽ ഒരു ഹോട്ടലും സ്വന്തമായി നടത്താത്ത, ഒരു ഹോട്ടലും സ്വന്തമായി നടത്താത്ത, സ്വന്തമായ ഒരു ഹോട്ടൽ പോലും ഇല്ലാത്ത സൊമാറ്റോ എന്ന പ്ലാറ്റ്ഫോം കേരളത്തിലെ മുഴുവൻ ഹോട്ടലുകളിൽ നിന്നും ഭക്ഷണം വാങ്ങിയിട്ടാണ് കസ്റ്റമറിലേക്ക് നൽകുന്നത്. അവിടെ പ്രോഡക്റ്റ് പുതിയതുണ്ടാക്കുന്നില്ല, കസ്റ്റമറിനെ പുതിയതുണ്ടാക്കുന്നില്ല. ആ ഹോട്ടലിലേക്ക് അതുവരെ സഞ്ചരിക്കാത്ത, അങ്ങനെ ഒരു ഹോട്ടൽ അറിയാത്ത കസ്റ്റമേഴ്സിലേക്ക് അവരുടെ പ്രോഡക്റ്റ് എത്തിച്ചു കൊടുക്കുവാൻ ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് കമ്പനി സൊമാറ്റോ എന്ന പ്ലാറ്റ്ഫോം സ്വീകരിച്ചത്. അതുകൊണ്ട് ആർക്കാണ് ലാഭം? ആ കസ്റ്റമേഴ്സിനു ലാഭം, ആ കമ്പനിക്കു ലാഭം, അതുപോലെ അവിടെ ഹോട്ടൽ നടത്തുന്ന വ്യാപാരികൾക്കു ലാഭം, അവിടെ ഡെലിവറി സിസ്റ്റം നടത്തുന്ന കമ്പനികൾക്കു ലാഭം. എല്ലാവർക്കും പരസ്പരം ലാഭം ക്രിയേറ്റ് ചെയ്യാൻ അതിനിടയിലുള്ള ഏതോ ചില പെയിൻ പോയിന്റുകൾ അവർ റിലീസ് ചെയ്യുന്നു. ഇത് തന്നെയാണ് ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിയുടെ ബിസിനസ് എന്ന് പറഞ്ഞാൽ. ഇവിടെ ഒരു കാര്യം വീണ്ടും നമ്മൾ റിമൈൻഡ് ചെയ്യുക, ഒരു കമ്പനിക്ക് ഏതു തരത്തിലുള്ള ബിസിനസ്സും ചെയ്യാം, അത് ലീഗലായിരിക്കണം. അത് ലീഗലായിരിക്കണം. നിലവിലുള്ള ലീഗൽ ബാൻഡായ സിസ്റ്റങ്ങൾ ഒന്ന് മണി ചെയിൻ ആണ്. എന്താണ് മണി ചെയിൻ? 2015 വന്ന നിയമത്തിന്റെ പരിധിയിൽ ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പ് പെടില്ല. 2019 സെൻട്രൽ ഗവൺമെന്റ് കൊണ്ടുവന്ന് 2020 നവംബർ 23 സ്റ്റേറ്റ് ഗവൺമെന്റ് ഇംപ്ലിമെന്റ് ചെയ്ത ബഡ്സ് ആക്ടിന്റെ പരിധിയിൽ ഏതു വരില്ല? ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പ് വരില്ല. അതുകൊണ്ടാണ് ഭരിക്കുന്ന പാർട്ടിയുടെയും പ്രതിപക്ഷത്തിന്റെ പാർട്ടിയുടെയും ഒക്കെ MLA-മാർ ഇതേ വിഷയം 6 മാസം മുൻപ് കേരളത്തിന്റെ നിയമസഭയിൽ ചർച്ച ചെയ്തതിനു ശേഷവും അവർ ഈ കമ്പനിയുടെ ഒഫീഷ്യൽ പ്രോഗ്രാമിന് പങ്കെടുക്കാനുള്ള കാരണം എന്താ? ഈ നിയമത്തിന്റെ പരിധിയിൽ ഇത് വരില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. ആർ വിത്ത് മീ? ഈ നിയമത്തിന്റെ പരിധിയിൽ ഇത് വരുമായിരുന്നുവെങ്കിൽ കേരള നിയമസഭയിൽ ഈ വിഷയം ചർച്ച ചെയ്യുകയും അതിനുവേണ്ടി പുതിയ അന്വേഷണ കമ്മീഷനെ വെക്കുകയും ചെയ്തതിനു ശേഷവും എന്തുകൊണ്ടാണ് അവർ ഇത്തരം പ്രോഗ്രാമുകൾക്ക് സംബന്ധിച്ചത്? അവരിതിനെക്കുറിച്ച് ധാരണയില്ലാത്തവരാണോ? ഒരിക്കലുമല്ല. മറിച്ച് ഇത് അതിന്റെ പരിധിയിൽ പെടുന്നതല്ല. എന്തുകൊണ്ട്? കൺസൈൻമെന്റ് അഡ്വാൻസ് ആക്ടിന്റെ പരിധിയിലാണ് ഈ ഹൈറിച്ചിന്റെ റെഡീം കൂപ്പൺ പർച്ചേസിംഗ് വരുന്നത്. അപ്പോൾ പിന്നെ എന്തിനായിരുന്നു ആദ്യം കമ്പനിയുടെ MD-യെ വിളിച്ചു വരുത്തിയത്? റെഡീം കൂപ്പൺ പർച്ചേസിംഗ് ലീഗലാണ്, എന്നാൽ അതിന് നിങ്ങൾ GST അടക്കേണ്ടതുണ്ട്, കമ്പനിയുടെ വാദം അടക്കേണ്ടതില്ല എന്നതായിരുന്നു. കമ്പനിയുടെ വാദം റെഡീം കൂപ്പൺ പർച്ചേസിംഗ് ടേൺ ഓവറിന്റെ പരിധിയിൽ വരില്ല, അത് പ്രോഫിറ്റിന്റെ പരിധിയിൽ വരില്ല. പ്രോഫിറ്റിന്റെ പരിധിയിൽ വരും. റെഡീം കൂപ്പണിൽ നിന്ന് എത്രയാണോ ഒരു കസ്റ്റമർ റെഡീം ചെയ്തത്, അപ്പോൾ അത് സെയിൽസ് ആയി മാറി. ഐ റിപ്പീറ്റ്, ഞാനൊരു 10,000 രൂപ റെഡീം കൂപ്പൺ കൊടുത്തു, ഞാനത് 3.5 മാസത്തിന് ശേഷം 500 രൂപ റെഡീം ചെയ്താൽ ഞാൻ എത്ര റെഡീം ചെയ്തു ആ എമൗണ്ട് കമ്പനിയുടെ പ്രോഫിറ്റിന്റെ ടേൺ ഓവറിന്റെ പരിധിയിൽ വരും. കൺസൈൻമെന്റ് അഡ്വാൻസ് GST-യുടെ പരിധിയിൽ വരില്ല. അപ്പോൾ കമ്പനി കുറച്ചു സമയം ആവശ്യപ്പെട്ടു. എന്തിന്? ഓരോ കസ്റ്റമറും എത്രയാണ് കൺസൈൻമെന്റ് അഡ്വാൻസ് നൽകിയത്, അതിൽ നിന്ന് എത്ര ശതമാനമാണ് റെഡീം ചെയ്തെടുത്തത്, ഇത് തമ്മിലുള്ള കമ്പാരിസൺ ക്ലിയർ ചെയ്താൽ മാത്രമേ കമ്പനിക്ക് സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യാനൊക്കൂ? അതിന്റെ GST-യുടെ അളവ് കൃത്യമായി തിട്ടപ്പെടുത്താൻ കഴിയും.
ഇതിനു വേണ്ടിയാണ് കമ്പനി സമയം ആവശ്യപ്പെട്ടത്. ആ ആവശ്യപ്പെട്ടതിന്റെ വിശദീകരണത്തിന്റെ പേരിൽ ഇത്തരത്തിലുള്ള ചില സ്വാധീന ശക്തികൾ, ഒരുപക്ഷെ നമ്മൾ ഇതിനു മുൻപ് കേട്ട ഒരുപാട് സമാനമായ കേസുകളുണ്ട്. പല ബാഹ്യ പ്രേരണകളാലും നടത്തപ്പെടുന്ന പല നാടകം കളികൾ, ഇത് എങ്ങനെയാണ് എന്ന് തുടർന്നുള്ള നാളുകളിൽ നമുക്ക് കാണുവാൻ കഴിയും. അപ്പോൾ പിന്നെ അവിടുത്തെ ഒരു ചോദ്യം ബാക്കിയുണ്ട്. പബ്ലിക്കിലുള്ള കുറെ ആളുകൾ നമുക്ക് നൽകുന്ന മെസ്സേജാണ്, ഒന്നുമില്ലാതെ ഒരാളെ എങ്ങനെയാണ് അറസ്റ്റ് ചെയ്യുക എന്നുള്ളത്. ഒന്നുമില്ലാതെ ഒരാളെ എങ്ങനെയാണ് അറസ്റ്റ് ചെയ്യുക? ഈ കഴിഞ്ഞ നാളുകളിൽ, കഴിഞ്ഞ 2022-ലും 23 നവംബർ 30 വരെയും കേരളത്തിന്റെ കോടതിയിലെ, ഇന്ത്യയിലെ സുപ്രീം കോടതിയിലെ വ്യത്യസ്തമായ സംസ്ഥാനങ്ങളുടെ കോടതികളിൽ നിന്ന് വെറുതെ വിട്ടയാളുകൾ, ആ കേസുകൾ മാത്രം എടുത്തു നോക്കിയാൽ മതി എങ്ങനെയായിരുന്നു പല അറസ്റ്റുകളും നടന്നത് എന്ന്. അത് ചിലപ്പോൾ ചില കൺവിൻസ് ചെയ്യിപ്പിക്കാനായിരിക്കാം. നമ്മളത് ഇവിടെ സംസാരിക്കേണ്ട ഒരു വിഷയമല്ലാത്തത് കൊണ്ട് ഞാൻ ആ ഭാഗം അവിടെ അവസാനിപ്പിക്കുന്നു. പക്ഷെ ഒരാളെ അറസ്റ്റ് ചെയ്തു എന്നുള്ളത് അയാൾ കുറ്റവാളിയാണ് എന്നുള്ളതിന് യാതൊരു രേഖയുമല്ല. അത് ബോധ്യപ്പെടുത്തുവാൻ അവർക്കുള്ള അവസരം കോടതികൾ ന്യായമായും സമ്മാനിക്കുന്നുണ്ട്. ആ അവസരത്തിന്റെ നാൾവഴികളിലൂടെയാണ് നമ്മൾ ഇനി സഞ്ചരിക്കാനിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും അവിടെ ഒരു സംശയം ബാക്കിയുണ്ട്. എന്താണ് ആ സംശയം? ഇദ്ദേഹത്തിന്റെ അക്കൗണ്ടിലേക്ക് പണം വന്നു, അവരുടെ സ്വകാര്യ സ്വത്തായി അല്ലെങ്കിൽ അവരുടെ രണ്ടാളുടെ പേര് രജിസ്റ്റർ ചെയ്ത കമ്പനിയുടെ അക്കൗണ്ടിൽ കസ്റ്റമേഴ്സിന്റെ കൺസൈൻമെന്റ് അഡ്വാൻസ് മേടിച്ച കോടിക്കണക്കിന് രൂപയുണ്ട്. ആ കോടിക്കണക്കിന് രൂപയുമായി അവർ മുങ്ങിയേക്കാം എന്ന ഒരു ന്യായമായുമുള്ള സംശയം. ആ സംശയമാണ് ഒന്നാമത്തേത്. തൽക്കാലത്തേക്ക് ആ അക്കൗണ്ട്, അതും സജീവൻ സംസാരിച്ചതുപോലെ അക്കൗണ്ട് മരവിപ്പിച്ചിട്ടില്ല. ജില്ലാ കളക്ടർ മരവിപ്പിക്കാനുള്ള അതോറിറ്റി അല്ല. മരവിപ്പിക്കുവാൻ ഉത്തരവാദിത്തപ്പെട്ട ബോഡികൾക്ക് നിർദ്ദേശം നൽകുക മാത്രമാണ് ഇന്നലെ ചെയ്തിട്ടുള്ളത്. ഉത്തരവാദിത്തപ്പെട്ട ബോഡികൾക്ക് നിർദ്ദേശം നൽകുവാനും അവരുടെ സ്വത്തുവകകൾ കണ്ടെത്തുവാനും കണ്ടുകെട്ടുവാനും എന്നതിനപ്പുറം അത് കണ്ട് കൃത്യമായ നിർദ്ദേശങ്ങൾ മേൽ അതോറിറ്റികൾക്ക് സമർപ്പിക്കുവാനുമുള്ള നിർദ്ദേശമാണ് ഇന്നലെ നൽകിയത്. 9 മണിക്ക് ഞങ്ങൾക്ക് ആ മെസ്സേജ് കിട്ടി എന്ന് കമ്പനി CEO സംസാരിക്കുന്നതിന്റെ മണിക്കൂറുകൾക്ക് മുൻപ് തന്നെ പലരുടെയും FB പോസ്റ്റുകളിൽ ആ ഉത്തരവ് വന്നു. ഐ റിപ്പീറ്റ്, 9 മണിക്ക് ഞങ്ങൾക്ക് ആ ഉത്തരവ് കിട്ടി എന്ന് കമ്പനിയുടെ മാനേജ്മെന്റ് പറയുന്നതിന്റെ മണിക്കൂറുകൾക്ക് മുൻപ് പലരുടെയും FB പോസ്റ്റുകളിൽ കലക്ടറുടെ ഉത്തരവ് വന്നു. എങ്ങനെ? ഒരു ചോദ്യം അവിടെ ബാക്കിയുണ്ട്. ഒരു ഉത്തരവ് ഇറങ്ങിയാൽ ആദ്യം ആരിലേക്കാണോ അത് നൽകേണ്ടത് അവർക്കും അതിന്റെ താഴെ കോപ്പി ടു എന്ന് പറഞ്ഞ റെപ്രസെന്റേറ്റീവ് അതോറിറ്റികൾക്കും നൽകുന്ന ഉത്തരവ്, അതിന്റെ റിയൽ കസ്റ്റമറിന് ഉത്തരവ് കിട്ടുന്നതിന് മുൻപ് എങ്ങനെയാണ് FBയിൽ പോസ്റ്റ് ചെയ്യാൻ ചില ആളുകൾക്ക് ഈ ഉത്തരവ് കിട്ടിയത് എന്ന ചോദ്യത്തിൽ നിന്ന് തന്നെ ചില തിരക്കഥകൾ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. യെസ്, എനിവേ, അത് ഈ പ്ലാറ്റ്ഫോമിൽ സംസാരിക്കേണ്ട വിഷയമല്ല. ഞാൻ ആ ഭാഗം വീണ്ടും അവിടെ അവസാനിപ്പിക്കുന്നു. പക്ഷെ അവിടെയൊക്കെ ചില കാര്യങ്ങൾ ബാക്കിയുണ്ട്. എന്താണ് ബാക്കി? അത് കോടതിയിൽ ഉത്തരവാദിത്തപ്പെട്ടവർ സംസാരിക്കും എന്ന പ്രതീക്ഷയോടുകൂടി നമുക്ക് നമ്മിലേക്ക് വരാം. ഇവിടെ നമ്മുടെ ചോദ്യം എന്താ? നമ്മൾ ഈ ബിസിനസ്സിലേക്ക് റഫറൽ മാർക്കറ്റിലൂടെ കണക്ട് ചെയ്ത ഒട്ടേറെ ആളുകളുണ്ട്. നമ്മളെ വിശ്വസിച്ചവരും കമ്പനിയെ വിശ്വസിച്ചവരും. എന്തുകൊണ്ടാണ് തൽക്കാലത്തേക്ക്, അതും തൽക്കാലത്തേക്ക്, പക്ഷെ അതിന് ചില ചാനലുകൾ കൊടുത്ത മറുപടി എന്താ? കണ്ടുകെട്ടി. ഹലോ, കണ്ടുകെട്ടി എന്ന ഉത്തരവ് കമ്പനിയുടെ അതോറിറ്റികൾക്ക് ആ സർക്കുലർ കിട്ടി എന്ന് പറയുന്ന സമയത്തിന് മുൻപ് തന്നെ ചാനലുകാരെങ്ങനെയാണ് കണ്ടുകെട്ടി എന്ന് നിശ്ചയിച്ചത്? ഇന്നലെ നമ്മൾ പറഞ്ഞതുപോലെ ഞങ്ങളാണ് ഈ വാർത്ത ആദ്യം പുറത്തുവിട്ടത് എന്ന് പറയാനുള്ള ആവേശം, അതാണ് ക്രിമിനൽ ജേർണലിസം. ഞങ്ങളാണ് ഈ വാർത്ത, ചീപ്പ് പോപ്പുലാരിറ്റി കൊണ്ട് എന്തെങ്കിലും നേടിയെടുക്കുവാൻ കഴിയുമോ? ആളുകൾ ആ ചാനലിലേക്ക് വരാതിരിക്കുമ്പോൾ അതിന്റെ ഫ്ലയർ ഇറക്കി വിട്ടാൽ ഏതു ചാനലിലാ വന്നത് എന്ന് ചോദിക്കുമ്പോൾ അവിടെയെങ്കിലും നമ്മുടെ പേര് വരുമല്ലോ. ഒരാളൊരു കുട്ടിയെ പീഡിപ്പിച്ചു, പത്രത്തിൽ 1-ാം പേജിൽ പരസ്യം വന്നപ്പോൾ അയാൾ പറഞ്ഞു, പീഡിപ്പിച്ചാൽ എന്താ, ഫസ്റ്റ് പേജിന്റെ വാർത്ത വന്നല്ലോ എന്ന്. അതുപോലെയാണ് പല ആളുകളുടെയും മൈൻഡ് സെറ്റ്. ആ മൈൻഡ് സെറ്റുള്ള ആളുകൾ വരാത്ത ചാനലുകൾ അവരുടെ പോപ്പുലാരിറ്റിക്ക് വേണ്ടി ചെയ്തെടുക്കുന്ന പണി എന്നതിനപ്പുറം കണ്ടുകെട്ടിയിട്ടില്ല, തൽക്കാലത്തേക്ക് മരവിപ്പിക്കുന്നു. അത് ഞാൻ ഈ നേരത്തെ പറഞ്ഞ ഉത്തരവിൽ കൺസൈൻമെന്റ് അഡ്വാൻസിന്റെ അല്ല, ബഡ്സ് ആക്ട് പ്രകാരം സംശയത്തിന്റെ പരിധിയിൽ വരുന്ന കമ്പനികളുടെ, ഐ റിപ്പീറ്റ്, ബഡ്സ് ആക്ടിന്റെ ഉത്തരവ് സംസ്ഥാന സർക്കാർ ഇറക്കിയപ്പോ അതിൽ സംസ്ഥാന സർക്കാർ കൊണ്ടുവന്ന ഒരു ക്ലോസ് ഉണ്ട്. ആ ക്ലോസ് എന്താ? ദ അതോറിറ്റി if needed can temporarily confiscated the assets and deposit of those who run some financial firms and those who were
behind them for smooth conducting of investigation. I repeat, the authority if needed, ഒരു അതോറിറ്റിക്ക് ആവശ്യമായി വരുന്ന സ്റ്റേജിൽ can temporarily confiscated, തൽക്കാലത്തേക്ക് അവരുടെ സാമ്പത്തിക ക്രമം ഇടപാടുകൾ തൽക്കാലത്തേക്ക് സ്റ്റോപ്പ് ചെയ്യാവുന്നതാണ്. എന്താണ് സ്റ്റോപ്പ് ചെയ്യേണ്ടത്? the assets, അവരുടെ കമ്പനിയുടെ അസറ്റ് എങ്ങനെ അവർ ഇതിനു പിന്നിലുണ്ട് എന്ന് സംശയിക്കുന്ന സാഹചര്യത്തിൽ. എന്തിനു വേണ്ടി? ഫോർ സ്മൂത്ത് കണ്ടക്ടിങ് ഓഫ് ഇൻവെസ്റ്റിഗേഷൻ. ഇതിൽ റഷീദ് അലിമാഷിന്റെ വോയിസ് ആ വിഷയത്തിൽ ഗ്രൂപ്പിൽ ഉണ്ടായിരുന്നു. ഒരന്വേഷണം. എന്താണ് അന്വേഷണത്തിന്റെ കാരണം? ഇത് മറ്റു പല കമ്പനികളെയും പോലെ മാസത്തിൽ ഒരു ദിവസം പർച്ചേസിംഗ് വീക്ക് പ്രഖ്യാപിച്ച് ആളുകളെ കൊണ്ട് ആവശ്യമില്ലാത്ത ക്രീമും സോപ്പും പൗഡറും മുഴുവൻ വാങ്ങി വീട്ടിലേക്ക് കൊണ്ടുവന്ന് ഇതേത് നാട്ടുകാർക്കാണ് കൊടുത്ത് പറ്റിക്കാൻ പറ്റുന്നത് എന്ന് ചിന്തിക്കുന്ന കമ്പനിയല്ല ഹൈറിച്ച്. ഓരോ മണിക്കൂറുകളിലും ഓരോ മിനിറ്റുകളിലും ഇതിന്റെ കസ്റ്റമർ ക്രിയേഷൻ നടന്നുകൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ട് നിലവിലുള്ള ഫണ്ടിന്റെ റെഡീം എമൗണ്ട് എത്ര, അല്ലാത്തത് എത്ര എന്നറിയണമെങ്കിൽ ആ സമയത്തേക്ക് കമ്പനിയുടെ ഫണ്ടിങ് ഫ്ലോ തൽക്കാലത്തേക്ക് ബ്രേക്ക് ആവേണ്ടതുണ്ട്. am I correct? ഫണ്ടിങ് ഫ്ലോ തൽക്കാലത്തേക്ക് ബ്രേക്ക് ആവേണ്ടതുണ്ട്. ആ ബ്രേക്ക് ആയെങ്കിൽ മാത്രമേ ഇതിന്റെ കാൽക്കുലേഷൻ ഇവാലുവേഷൻ എടുക്കാൻ കഴിയൂ. ഈ ഇവാലുവേഷൻ എടുക്കുവാൻ വേണ്ടി തൽക്കാലത്തേക്ക് അതോറിറ്റികൾക്ക് വേണമെങ്കിൽ ടെമ്പറലി കൺഫിസ്കേറ്റഡ്, തൽക്കാലത്തേക്ക് അതെന്ത് ചെയ്യാം? ആ അക്കൗണ്ടിന്റെ നിലനിൽപ്പ്, ആ അക്കൗണ്ടിന്റെ മണി ഫ്ലോ നിലനിർത്തുവാൻ, റെഗുലർ ആക്കി മാറ്റുവാൻ കഴിയും. രണ്ടാമത്തെ സാധ്യത എന്താ? രണ്ടാമത്തേത് ഇത് പബ്ലിക്കിന്റെ കസ്റ്റമർ ക്രിയേഷന് വേണ്ടി ക്രിയേറ്റ് ചെയ്ത കൺസൈൻമെന്റ് അഡ്വാൻസ് എമൗണ്ട് ആണ്. ഇതുമായി ആരെങ്കിലും ഏതെങ്കിലും കമ്പനികൾ ഇതുപോലെ ഫണ്ട് വാങ്ങി സംശയത്തിന്റെ നിഴലാകുന്ന സാഹചര്യത്തിൽ അവർ ഈ ഫണ്ട് വാങ്ങി മുങ്ങുമോ, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും, നമ്മൾ കേട്ടിട്ടുണ്ട് പല ആളുകളും പല സ്വിസ് ബാങ്കുകളിലേക്കും പല വിദേശ രാജ്യങ്ങളിലേക്കും ഒക്കെ ഫണ്ട് മാറ്റി അങ്ങോട്ട് വഴിമാറി സഞ്ചരിച്ച കഥകളൊക്കെ നമുക്കറിയാം. അങ്ങനെ മാറുമോ പോകുമോ എന്ന ആശങ്ക സ്വാഭാവികമായും നീതിപീഠത്തിനുണ്ടാകും, കലക്ടർക്കുണ്ടാകും. ആ ആശങ്ക കൊണ്ട് അവരത് ചെയ്തു. പക്ഷേ ഇന്ന് വരെ ഹൈറിച്ചിനകത്ത് അസോസിയേറ്റ് ചെയ്ത, എന്നാൽ കലക്ടറുടെ ഉത്തരവിൽ പറയുന്നത് എന്താ? കസ്റ്റമേഴ്സിന് പണം തിരികെ നൽകാത്തതിനും കൺസൈൻമെന്റ് അഡ്വാൻസ് ആരെയും തിരികെ നൽകുക. ശ്രദ്ധിക്കണേ, കൺസൈൻമെന്റ് അഡ്വാൻസ് തിരികെ നൽകുന്നതാണോ? ഉത്തരവിൽ ആകമാനം പരസ്പരം ക്രോസ് മാച്ച് ഇല്ലാത്ത കമന്റുകളാണ്. ആവേശത്തിൽ വളരെ പെട്ടെന്നൊരു സർക്കുലർ പ്രിപ്പയർ ചെയ്യുമുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളും അതിനകത്ത് കാണാനുണ്ട്. ബഡ്സ് ആക്ടിന്റെ പരിധിയിൽ വരുന്നത് ഒരിക്കലും മണി ചെയിൻ അല്ല, രണ്ടും രണ്ടാണ്. ഒരേ വിഷയത്തെ, ഒരേ കമ്പനിയുടെ സ്കീമിനെ എങ്ങനെയാണ് ബഡ്സിന്റെ പരിധിയിലും മണി ചെയിന്റെ പരിധിയിലും കൊണ്ടുവരിക? അത് പരസ്പര വിരുദ്ധമായ പ്രസ്താവനയാണ്. ക്ലിയർ ആണല്ലോ? 4.5 വർഷം GST മേടിച്ച ഒരു കമ്പനിയെ ബഡ്സ് ആക്ടിന്റെ പരിധിയിലേക്ക് കൊണ്ടുവരണമെങ്കിൽ ഒന്നുകിൽ ബഡ്സ് ആക്ട് റിന്യൂവലിന് വിധേയമാവണം, അല്ലെങ്കിൽ കമ്പനിയുടെ ബിസിനസ് പോളിസി റിന്യൂവലിന് വിധേയമാവണം. ഇത് രണ്ടുമില്ലാതെ എങ്ങനെയാണ് അതുവരെ GST കൈപ്പറ്റിയ ഒരു കമ്പനിയുടെ നിയമവ്യവസ്ഥയും ബിസിനസ് സ്കീമും എങ്ങനെയാണ് ബഡ്സ് ആക്ടിന്റെ പരിധിയിൽ വരിക എന്ന ചോദ്യം അവിടെ അവസാനിക്കുന്നു, അവിടെ ബാക്കി നിൽക്കുന്നു. മൂന്നാമത്തേത്, ഈ ഉത്തരവിൽ തന്നെ യഥേഷ്ടം വൈരുദ്ധ്യങ്ങൾ നമുക്ക് കണ്ടെത്തുവാൻ കഴിയുന്നു. ആരുടെയൊക്കെയോ ബാഹ്യ പ്രേരണകൾ, അത് നമ്മൾ പിന്നീട് ചർച്ച ചെയ്യാം. ഏതായിരുന്നാലും അതിന്റെ നാളുവഴികളിലൂടെ കമ്പനി സഞ്ചരിച്ചു പോകും. ഒരു കാര്യം ഇവിടെ ബോധ്യപ്പെടുത്താൻ താല്പര്യപ്പെടുന്നു. മൂന്നാമത്തേത്, ആ ഉത്തരവിൽ പറയുന്നത് അഡ്വാൻസ് ആയി വാങ്ങിയ പണം തിരിച്ചു കൊടുത്തില്ല എന്നുള്ളതാണ്. അഡ്വാൻസ് ആയി വാങ്ങിയ പണം തിരിച്ചു കൊടുക്കേണ്ടതല്ല, അത് പർച്ചേസിംഗിലൂടെ റെഡീം ചെയ്തെടുക്കേണ്ടതാണ്. ക്ലിയർ ആണല്ലോ? ഇനി ഏതെങ്കിലും ഒരു വ്യക്തി ഹൈറിച്ചിൽ അസോസിയേറ്റ് ചെയ്തിട്ട് ഞങ്ങൾക്ക് സമയനിഷ്ഠമായി അതിന്റെ റെഡീം കൂപ്പൺ പർച്ചേസിന്റെ റോയൽറ്റി ഇൻകമോ അതല്ലെങ്കിൽ അതിന്റെ വീക്കെൻഡ് പൂൾ ഇൻകമോ ലഭിച്ചിട്ടില്ല എന്ന് ഇതുവരെ ഹൈറിച്ചിനകത്ത് അസോസിയേറ്റ് ചെയ്ത ഒരാളും എവിടെയും പരാമർശിച്ചില്ല, ഒരാളും എവിടെയും കേസ് ഫയൽ ചെയ്തിട്ടുമില്ല. എന്നാൽ അങ്ങനെ ഈ ഉത്തരവിൽ പരാമർശിക്കണമെങ്കിൽ അതിന് ചില പ്രൂഫ് വേണമല്ലോ. ആ പ്രൂഫ് ഉണ്ടാവാൻ വേണ്ടി അപൂർവം ചില ആളുകൾ ഇതിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഐ റിപ്പീറ്റ്, ആ പ്രൂഫ് കൊടുക്കാൻ വേണ്ടി ചില ആളുകൾ ഇതിൽ ജോയിൻ ചെയ്യുകയും അവർ അതിന് തെളിവുണ്ടാക്കാൻ വേണ്ടി ഞങ്ങൾക്ക് അതിന്റെ പണം തിരിച്ചു കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞ് പരാതി കൊടുക്കുകയും ചെയ്തു. ക്ലിയർ ആണല്ലോ? എന്തിനാണത്? അത് ആസൂത്രിതമായ ശ്രമമായിരുന്നു, അത് ആസൂത്രിതമായ തീരുമാനമാണ്.
ആ ആസൂത്രിതമായ തീരുമാനങ്ങൾക്ക് ആണോ നമ്മൾ ഇപ്പോൾ ചെയ്യേണ്ടത് എന്നതാണ് ചോദ്യം. അല്ല എങ്കിൽ നമ്മൾ ജാഗ്രത പാലിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. നമ്മൾ ജാഗ്രത പാലിക്കേണ്ട ഒന്നാമത്തെ കാര്യം, ഒരു മെസ്സേജ് ആരെങ്കിലും അയച്ചു തന്നാൽ അത് വെച്ച് നമ്മൾ പാനിക് ആവാതിരിക്കുക. 4 സന്ദേശങ്ങളാണ് ഹൈ റിച്ചിയൻസിനോട് എനിക്ക് ഈ സമയത്ത് നിർദ്ദേശിക്കാനുള്ളത്. ആരെങ്കിലും ഒരു മെസ്സേജ് അയച്ചു തന്നാൽ അതിന്റെ നെക്സ്റ്റ് നെഗറ്റീവ് അഫർമേഷൻ മനസ്സിൽ ഏറ്റെടുത്ത് നമ്മൾ അതിൽ പാനിക് ആവേണ്ടവരല്ല. ആർ വിത്ത് മീ? ഒന്നാമത് നമ്മൾ മനക്കരുത്തോടു കൂടി നിൽക്കുക. ഇതിനു മുൻപും പല കമ്പനികളുടെയും അക്കൗണ്ടുകൾ തൽക്കാലത്തേക്ക് ഫ്രീസ് ചെയ്തിട്ടുണ്ട്. അന്വേഷണാത്മകമായിട്ടാണ്. ആരുടെ ബാഹ്യ പ്രേരണയുണ്ടായാലും അതിനൊക്കെ അപ്പുറം കടന്നു പോകാവുന്ന ഒരു നീതിപീഠമുള്ള രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് തന്നെയാണ് നമ്മുടെ ശുഭപ്രതീക്ഷ. അതിന്റെ പോസിറ്റീവായ വാർത്തകൾ നമ്മിലേക്ക് കടന്നു വരാൻ അധിക മണിക്കൂറുകൾ കാത്തിരിക്കേണ്ടി വരില്ല എന്നുള്ളത് തീർച്ച തന്നെയാണ്. ഒന്നാമത്തേത്, നമ്മൾ പാനിക് ആവാതെ എന്താണോ സിസ്റ്റം അത് ബോധ്യപ്പെടാനുള്ള മനക്കരുത്തും അതിനുള്ള മാനസികമായ നിലവാരവും നമ്മൾ സ്വയം സ്വീകരിക്കുക. രണ്ടാമത്തേത്, നമുക്ക് സ്വാഭാവികമായും കൃത്യമായ ഒരു ഹൈ റിച്ചിയനും കംപ്ലൈന്റ് നൽകിയിട്ടില്ല, പക്ഷെ മറ്റു ചില ആളുകൾ വന്ന് ഹൈ റിച്ചിയൻ അല്ലാത്തവർ ഇതിന്റെ അകത്ത് കടന്നുകൂടി സ്വാഭാവികമായിട്ടും ഒരു മുനാഫിക്കായ ചില ആളുകൾ ചെയ്ത പ്രവർത്തികളാണ്. അതാണ് ഒരു പക്ഷെ അവർ രേഖയായിട്ട് സ്വീകരിച്ചിട്ടുണ്ടായിരിക്കുക. കാരണം അങ്ങനെ ഒരു സാധനം ചെയ്യണമെങ്കിൽ, ഒരു സെന്റൻസ് അതിൽ ആഡ് ചെയ്യണമെങ്കിൽ ഒരാൾ കംപ്ലൈന്റ് കൊടുക്കണമല്ലോ. ഒന്നുകിൽ അത് കൊടുത്തു, അല്ലെങ്കിൽ അത് കൊടുപ്പിച്ചു. ഏതായിരുന്നാലും അത് നമ്മുടെ ചർച്ചയിൽ പെടാത്ത ആയതുകൊണ്ട് ഞാൻ ആ ഭാഗം വിടുന്നു. ഒന്നാമത് നമ്മൾ കാണിക്കേണ്ട പക്വത നമ്മൾ കൈവരിക്കുക. രണ്ടാമത്തേത്, ഈ സിസ്റ്റത്തെ കുറിച്ച് കൃത്യമായി അറിയാത്ത, എന്താണ് ഇത് എന്ന് അറിയാത്ത, ഇതിന് കാര്യമായ ഇൻവോൾവ്മെന്റ് ഇല്ലാത്ത, ഒരു സൈലന്റ് പാർട്ണർഷിപ്പ് ഏറ്റെടുത്ത യഥേഷ്ടം ആളുകൾ, ഒരു പക്ഷേ ആക്റ്റീവ് ഹൈ റിച്ചിയൻസിനേക്കാൾ കൂടുതലുള്ളത് അത്തരം ഒരു വിഭാഗമാണ്. am I correct? ആ ആളുകൾ സ്വാഭാവികമായും നമുക്ക് മെസ്സേജുകൾ അയക്കും. അവരുടെ ആശങ്കകൾ നമ്മളോട് ചോദിക്കും. അവർ നമ്മളെ വിളിക്കും. അവരുടെ കൺഫ്യൂഷൻസ് തീർത്തു കൊടുക്കുവാനുള്ള ബാധ്യത നമുക്കുണ്ട്. അവരെ ബോധ്യപ്പെടുത്തേണ്ട ബാധ്യത നമുക്കുണ്ട്. അവർ പറയും, ബഡ്സ് ആക്ടിന്റെ പരിധിയിൽ ഉൾപ്പെടുത്തി നിങ്ങൾക്ക് ബാൻ ചെയ്തില്ലേ, ഇനി എന്റെ പണം തിരിച്ചു കിട്ടുമോ? എന്നിട്ട് അതിന് പറ്റുന്ന ചില ഞാൻ പറഞ്ഞ ദാരിദ്ര്യം മൈൻഡ് സെറ്റ് കൃത്യമായിട്ട് ഇവിടെ കാണുന്നുണ്ട്. എന്തുകൊണ്ടാണ് കമ്പനി ഇതിന് ഹൈ റിച്ച് എന്ന് പേരിട്ടത് എന്നും, എന്തുകൊണ്ടാണ് കമ്പനിയുടെ മോട്ടോ എല്ലാവർക്കും റിച്ച്നെസ് എത്തിക്കുക എന്നുമാണ് എന്ന ചോദ്യത്തിന് ഉത്തരം കൃത്യമായി ഇവിടെ ബോധ്യപ്പെടുകയാണ്. എന്താ കാരണം? ഈ സമയത്ത് പണ്ടൊരു ഫിലിമിൽ പറയുന്നുണ്ടല്ലോ, ജോലിയില്ല വക്കീൽ എന്ന് പറയുന്നത് പോലെ ഒരു ജോലിയുമില്ലാതെ കുറെ വക്കീലുമാര് മെസ്സേജുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. എന്താ മെസ്സേജ്? നിങ്ങൾക്കാർക്കെങ്കിലും ഹൈ റിച്ച് എന്ന് പണം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ നമ്പറിലേക്ക് വാട്സപ്പ് മെസ്സേജ് അയക്കുക. ഞങ്ങൾക്ക് കംപ്ലൈന്റ് എന്നാൽ ഞങ്ങൾക്ക് എന്ത് ചെയ്യാം? 100 ആളുകൾ പൊതു താല്പര്യ ഹർജി പ്രകാരം കേസ് ഫയൽ ചെയ്യാനുള്ള താല്പര്യം. എന്താ ഇതിനർത്ഥം? നിലവിലൊരു കേസും ഇല്ല. അപ്പൊ പൊതു താല്പര്യ ഹർജി 100 ആളുടെ റിക്വസ്റ്റ് കിട്ടിയാൽ അത് വെച്ചിട്ട് ഒരു ആഡ് കൊടുത്താൽ അതിനെന്ത് ചെയ്യും? നമ്മൾ കാണാറുണ്ട് പലപ്പോഴും ഇത്തരം കേസുകൾ. ഏതെങ്കിലും ഒരു കേസ്, ഇപ്പോൾ റോഡ് പോയി, ഒരു പുതിയ വഴിയിലൂടെ റോഡ് പോയാൽ ഗവൺമെന്റ് അതിനുള്ള കൃത്യമായ ഒരു എമൗണ്ട് ഇട്ട് ആ പണം കൊടുക്കും. പണം കിട്ടുന്നത് വരെ ഈ അഡ്വക്കേറ്റുമാർ ഇങ്ങനെ അന്തം വിട്ടിരിക്കും. അത് കിട്ടിക്കഴിഞ്ഞാൽ ഈ ആളുകളുടെ ലിസ്റ്റ് എടുത്ത് അവരെ വിളിക്കും. നിങ്ങൾക്ക് കിട്ടിയ പണം ന്യായമായതല്ല, അത് പോരാ, അതുകൊണ്ട് ഞങ്ങൾ ആ കേസ് ഏറ്റെടുത്തോളാം, ഇനി കിട്ടുന്ന പണത്തിന്റെ 10% ഞങ്ങൾക്ക് തന്നാൽ മതി. അപ്പൊ കസ്റ്റമർ ആയിരിക്കും, ശരിയാണല്ലോ, ഇതിനേക്കാൾ എമൗണ്ട് കിട്ടുകയാണെങ്കിലോ അതിന് മുമ്പ് ഇവർക്കൊരു പണം കൊടുക്കേണ്ട ആവശ്യമില്ല. അഥവാ കിട്ടിയാൽ 90% നമുക്ക് തന്നെയല്ലേ കിട്ടുന്നത്. യെസ്, ഓക്കെ. അവർ പേരെഴുതി അഡ്രസ്സും കൊടുത്ത് ആധാർ കാർഡും പാൻ കാർഡും കൊടുത്ത് സൈൻ ചെയ്ത് കൊടുത്താൽ അത് വെച്ച് 6-7 കൊല്ലം ഒരു വലിയ പൊതുസമൂഹത്തിന്റെ പൊതു താല്പര്യ ഹർജി മുൻനിർത്തിയാൽ സ്വാഭാവികമായും അതിന് എന്തെങ്കിലും ഒരു എമൗണ്ട് കൊടുത്ത് ആ പ്രശ്നം ഒഴിവാക്കാൻ ഗവൺമെന്റ് തീരുമാനിക്കും. ഗവൺമെന്റിന്റെ ഭരണസമിതി മാറുന്ന സമയത്തെങ്കിലും തീരുമാനിക്കും. സ്വാഭാവികമായും ഒരു 10% കിട്ടും. ഈ നാട്ടുകാരുടെ നക്കാപ്പിച്ചയിൽ നിന്ന് 10% കിട്ടാൻ വേണ്ടി ജോലിയില്ല, കൂലിയില്ല നടക്കുന്ന അഡ്വക്കറ്റുമാരുടെ മെസ്സേജുകളിൽ നമ്മുടെ സൈലന്റ് പാർട്ണേഴ്സ് വഞ്ചിതരാവാതിരിക്കുവാനുള്ള ജാഗ്രത പ്രിയപ്പെട്ടവരെ നമുക്കുണ്ടാവണം. അത് നമുക്ക് പ്രയാസങ്ങൾ വിളിച്ചു വരുത്താനുള്ള സാധ്യത കൂടുതലാണ്. ക്ലിയർ ആണല്ലോ? അത് സ്വാഭാവികമായും ഒരേ വിഷയത്തിൽ വ്യത്യസ്തമായ സ്റ്റേഷനുകൾ, വ്യത്യസ്തമായ പരാതികൾ വരുമ്പോഴുണ്ടാവുന്ന പ്രശ്നം, നമ്മൾ അതിൽ പക്വത കൈവരിക്കുക. നമ്മളോട് അസോസിയേറ്റ് ചെയ്തവരുടെ വോയിസ് മെസ്സേജുകളും കോളുകളും കാണുമ്പോൾ ബേജാറാവാതെ എന്താണ് റിയൽ ഇഷ്യൂ, എന്താണ് നടന്നുകൊണ്ടിരിക്കുന്ന ഡ്രാമാറ്റിക്, വാട്ട് ഈസ് ദ സൊല്യൂഷൻ എന്നത് കൃത്യമായി നമ്മുടെ അസോസിയേറ്റ്സിനെ ബോധ്യപ്പെടുത്തുക എന്നുള്ള ധാർമ്മികമായ ഉത്തരവാദിത്തം
നമ്മൾ പക്വതയോടുകൂടി ഏറ്റെടുക്കുക. നമ്മുടെ വാക്കുകളും മെസ്സേജുകളും കൈവിടാതിരിക്കുക. മൂന്നാമത്തെ കാര്യം, നിങ്ങൾക്കൊരാളൊരു മെസ്സേജ് കിട്ടിയാൽ അതിന്റെ നിജസ്ഥിതി അന്വേഷിക്കാനോ അതല്ലെങ്കിൽ അതിന്റെ മെസ്സേജ് സർക്കുലേറ്റ് ചെയ്യാനോ മറ്റൊരാളിലേക്ക് അത് ഷെയർ ചെയ്യാതിരിക്കുക. ഐ റിപ്പീറ്റ്, അതൊരു യൂട്യൂബിന്റെ ലിങ്ക് ആണെങ്കിലും ടെക്സ്റ്റ് മെസ്സേജ് ആണെങ്കിലും ഫ്ലയർ ആണെങ്കിലും, ഇവിടെയാണ് ഇന്നത്തെ ഒരുപക്ഷെ ഈ ചർച്ചകളൊക്കെ തുടങ്ങുവാനുള്ള കാരണം സോഷ്യൽ മീഡിയ ആണ് എന്ന ബോധമെങ്കിലും നമുക്കുണ്ടാവട്ടെ. ഐ റിപ്പീറ്റ്, അതുകൊണ്ട് ഈ സോഷ്യൽ മീഡിയയുടെ ഇതുപോലെയുള്ള ഇമ്പാക്റ്റുകൾ, ഇനിയുമുള്ള മെസ്സേജുകൾ, ഈ വരുന്ന ഒരു നാട്ടിലൊരു ഇഷ്യൂ നടന്നു, ഒരു കൊലപാതകം നടന്നു, ഒരു മതസംഘടനമോ രാഷ്ട്രീയ സംഘടനമോ ഒക്കെ നടന്നാൽ അതിനു റിലേറ്റഡ് ആയ അനുകൂലിച്ചും പ്രതികൂലിച്ചുമുള്ള മെസ്സേജുകൾ ആരൊക്കെ ഏതൊക്കെ ഭാഗങ്ങളിൽ നിന്ന് ക്രിയേറ്റ് ചെയ്യുന്നു, എങ്ങോട്ടൊക്കെ അത് സർക്കുലേറ്റ് ചെയ്യപ്പെടുന്നു, ഏതാളുകൾ അത് കൂടുതൽ ഷെയർ ചെയ്യുന്നു എന്നത് കൃത്യമായി നിരീക്ഷിക്കുന്ന ഡിപ്പാർട്ട്മെന്റ്, എൻക്വയറി, ഇൻവെസ്റ്റിഗേഷൻ സെല്ലുകളുള്ള രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് കിട്ടുന്ന മെസ്സേജുകൾ, നമ്മളത് ഫോർവേഡ് ചെയ്യുന്നത്, അത് തിരിച്ചയക്കുന്നതൊക്കെ നമ്മൾ കൃത്യമായി ശ്രദ്ധിക്കുക. യെസ് സർ, അവർ ആഘോഷിക്കട്ടെ, കാരണം അധികം കഴിഞ്ഞിട്ട് അവർക്ക് ആഘോഷിക്കാൻ കഴിയില്ലല്ലോ. എലക്ഷന്റെ റിസൾട്ട് വന്നു തുടങ്ങുമ്പോൾ ആദ്യം തന്നെ പടക്കം പൊട്ടിക്കാൻ തുടങ്ങും. റിസൾട്ട് അവസാനിക്കുമ്പോൾ ആദ്യം പടക്കം പൊട്ടിച്ചവർക്ക് പിന്നെ പൊട്ടിക്കാൻ അവസരം ഉണ്ടായിക്കോണമെന്നില്ല. കാരണം ആ വാങ്ങിയ പടക്കം പൊട്ടിച്ച് അപ്പൊ തീർന്നില്ല എങ്കിൽ വൈകുന്നേരത്തെ റിസൾട്ട് വരുമ്പോൾ പിന്നെ അതിന് എന്തുണ്ടാവില്ല, സമയം ഉണ്ടായിരിക്കില്ല. എനിവേ, നമ്മൾ ഒന്നാമത്തേത്, നമ്മൾ ഇതിന് മാനസികമായ കരുത്ത് നേടുക. ഒരു പ്രതിസന്ധി അതിജീവിക്കുന്ന കമ്പനിയുടെ പ്രധാനപ്പെട്ട ടേണിംഗ് പോയിന്റ് ആണ്. എന്റെ മനസ്സിലുള്ള മുഴുവൻ ആലോചന, ഈ പ്രതിസന്ധികൾ വിത്തിൻ ഫ്യൂ ഡേയ്സ് തീർന്നു കഴിയുമ്പോൾ ഇനി എന്താണ് ഈ കമ്പനിയുടെ പേരിൽ മറ്റുള്ളവർക്ക് റിജക്ഷൻ പറയാനുണ്ടാവുക? കുറെ കാലമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട റിജക്ഷൻ ഇത് മണി ചെയിൻ ആണ് എന്നും ബഡ്സ് ഇപ്പോഴാണ് നമ്മൾ കേട്ടു തുടങ്ങിയത്, അവർ നമ്മളെ കേൾപ്പിച്ചു തുടങ്ങിയത്. ഇതിനെതിരെയുള്ള ഈ പ്രധാനപ്പെട്ട റിജക്ഷനെ മറികടന്നാൽ ഹൈറിച്ച് എന്ന ഓൺലൈൻ ഷോപ്പിയുടെ ബിസിനസിന്റെ കുതിപ്പ് അത്രയും വേഗതയുള്ളതായിരിക്കും. അതിനെ ആർക്കാണ് ഇനി തളച്ചു നിർത്തുവാൻ കഴിയുക? ഏതെങ്കിലും ഒരു വ്യക്തിയുടെ, ഏതെങ്കിലും ഒരു ചെറിയ ഫേമിന്റെ ഉത്തരവിൽ നിന്നല്ല ഒരു സിസ്റ്റം നിലനിൽക്കണമോ അല്ലയോ എന്ന് തീരുമാനിക്കേണ്ടത്. ഒരു ജില്ലാ കലക്ടർ ഉത്തരവ് നൽകിയെങ്കിൽ ആ ജില്ലയിലുള്ള വ്യക്തികളുടെ, ജില്ലയിലുള്ള ജനങ്ങളെക്കാൾ, ഐ റിപ്പീറ്റ്, ഒരു ജില്ലാ കലക്ടറുടെ ഉത്തരവിൽ ഒരു സിസ്റ്റം ഒരിക്കലും അവസാനിക്കാൻ പോകുന്നില്ല. അതിനു മേൽക്കോടതികളുണ്ട്, അതിനും മേൽക്കോടതികളുണ്ട്. ഒരു ജില്ലാ കലക്ടറാണ് ഉത്തരവ് നൽകിയത് എങ്കിൽ ആ ജില്ലയിലുള്ള ടോട്ടൽ പോപ്പുലേഷന്റെ എത്രയോ ഇരട്ടി പോപ്പുലേഷൻ ഉള്ള ഒരു കമ്പനിയാണ് ഹൈറിച്ച് എന്നുള്ള ബോധം മാത്രം മതി ഇതിന്റെ നിലനിൽപ്പിനെ കുറിച്ച്, ഇതിന്റെ കണ്ടിന്യൂറ്റിയെ കുറിച്ച്, ഇതിന് മുന്നോട്ട് പോകാനുള്ള പ്രയാണത്തിന് തീർച്ചയായും സാധ്യതയുണ്ട് എന്ന തിരിച്ചറിവിനെ കുറിച്ച് ഗവൺമെന്റ് ഒരു സമയത്ത്, ഗവൺമെന്റും നീതിപീഠവും ഒക്കെ ഒരു സമയത്ത് നിയമം നോക്കുന്നതോടൊപ്പം ചില മാനസികാവസ്ഥകൾ കൂടി നോക്കും. മലപ്പുറം ജില്ലയിൽ മുഹമ്മദ് കോയ എന്ന് പറഞ്ഞ ഒരു വ്യക്തി കൃഷ്ണപ്രിയ എന്ന ഒരു കുട്ടിയെ പീഡിപ്പിച്ചു കൊന്നു, 9 വയസ്സുള്ള കുട്ടിയെ. ആ കുട്ടിയുടെ രക്ഷിതാവ് ആ മുഹമ്മദ് കോയയെ കുറച്ചു നാളുകൾക്ക് ശേഷം കോടതി പരിസരത്ത് വെച്ച് പബ്ലിക്കിന്റെ മുമ്പിലും പ്രോസിക്യൂട്ടേഴ്സിന്റെ മുമ്പിൽ വെച്ചും വെട്ടിക്കൊന്നു. ഹലോ, ആ മുഹമ്മദ് കോയയെ കൃഷ്ണപ്രിയയുടെ അച്ഛൻ വെട്ടിക്കൊന്നു. അതിന്റെ കേസ് വന്നു. കോടതി പറഞ്ഞത് അദ്ദേഹം ചെയ്തത് തെറ്റാണ്, പക്ഷെ ഒരു പിതാവിന്റെ വികാരം മാനിച്ച് അദ്ദേഹത്തെ കോടതി വെറുതെ വിടുന്നു എന്നുള്ളതാണ്. യെസ്, ഒരു ഗവൺമെന്റ് നിയമം നോക്കുന്നു, ആ നിയമത്തോടൊപ്പം ഒരു സമൂഹത്തിന്റെ വൈകാരിക പക്വതയും പരിഗണിക്കുന്ന നീതിപീഠങ്ങളാണ് നമ്മുടെ മുമ്പിലുള്ളത് എന്ന പ്രതീക്ഷയാണ് നമുക്കുള്ളത്. ആ പ്രതീക്ഷയിലൂടെ നമ്മൾ മുന്നോട്ട് പോകുന്നു. നമ്മൾ ആദ്യം മെന്റലി ഫിറ്റായി മാറുക, നമ്മളോട് അസോസിയേറ്റ് ചെയ്തവരെ കൃത്യമായി നമ്മൾ ഈ കാര്യം ബോധ്യപ്പെടുത്തുക. മൂന്നാമത്തെ, നമ്മുടെ സോഷ്യൽ മീഡിയ വളരെ നിരീക്ഷണാത്മകമാണ് എന്ന തിരിച്ചറിവ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. അതുകൊണ്ട് അതിലെന്തു ഷെയർ ചെയ്താലും അത് എനിക്ക് കിട്ടുന്നത് എന്റെ 10 ലീഡേഴ്സിന് ഷെയർ ചെയ്താൽ, ഇതുപോലെയുള്ള 100 ആളുകൾ 10 ആൾക്ക് ഷെയർ ചെയ്താൽ ഒരേ മെസ്സേജ് 10,000 ആളുകൾക്ക് ഫോർവേഡ് ചെയ്യപ്പെട്ടു. Am I correct? ആ 10,000 ആളുകൾക്ക് ഫോർവേഡ് ചെയ്യപ്പെട്ട മെസ്സേജുകൾ അത് വലിയ ജാഗ്രതയോടുകൂടി ഒരു സമൂഹം ഏറ്റെടുക്കും, അന്വേഷണ വിഭാഗം ഏറ്റെടുക്കും. അതുകൊണ്ട് നമുക്ക് കിട്ടുന്ന ഇത്തരം ഫോർവേഡിങ് മെസ്സേജുകൾ, ഇന്നലെ ഒരു ചെങ്ങായി, ഒരു അന്തം കമ്മി ഒരു വീഡിയോ വിട്ടു, പൊട്ടി പൂട്ടി എന്ന് പറഞ്ഞിട്ട്, എന്നിട്ട് ചിരിച്ചു നിൽക്കുന്ന ഒരു ഫോട്ടോയും, യെസ് റെക്കോർഡിംഗ് ഉണ്ട്, ചിരിച്ചു നിൽക്കുന്ന ഒരു ഫോട്ടോയും. നമ്മൾ അതിനെ എതിർക്കാനാണ് എങ്കിൽ പോലും, നമ്മൾ അതിനെ, വോയിസ് കറക്റ്റ് അല്ലേ, നമ്മൾ അതിനെ എതിർക്കാനാണെങ്കിൽ പോലും പലരും അത് ഫോർവേഡ് ചെയ്തു. അതുകൊണ്ടുണ്ടാകുന്ന ബെനിഫിറ്റ് എന്താ? ഫോർവേഡ് ചെയ്തപ്പോൾ അവന്റെ യൂട്യൂബിന്റെ റേഞ്ച് കൂടി. ഹലോ, അവന്റെ യൂട്യൂബിന്റെ ലെവല് കൂടി, അവന്റെ ടാർഗറ്റും അത് തന്നെയാണ്.
ഇത്ര മണിക്കൂറുകൾ കൊണ്ട് ഏറ്റവും കൂടുതൽ ആളുകൾ കണ്ട വീഡിയോ എന്നുള്ള പോപ്പുലാരിറ്റി അവന് കിട്ടി. ആ ലിങ്ക് ഷെയർ ചെയ്ത പോപ്പുലാരിറ്റി ഉണ്ട്. കഴിഞ്ഞ 5 ദിവസത്തിനിടെ ഒരു പയ്യൻ തന്റെ വെല്ലിമ്മയെ ഭക്ഷണം കഴിപ്പിക്കാനും മരുന്ന് കുടിക്കാനുമായി ഒരു വാട്സപ്പിൽ പത്രത്തിൽ ഉത്തരവുണ്ട് എന്ന് പറഞ്ഞൊരു മെസ്സേജ് കാണിച്ചു കൊടുത്തത് 24 മണിക്കൂർ കൊണ്ട് ഏകദേശം 9 ലക്ഷം ആളുകൾ കണ്ട് വൈറലായി മാറി. അത് മതി, അത് മോണിറ്റൈസേഷന് വിധേയമാവാൻ. ഇത് തന്നെയാണ് ഈ ദാരിദ്ര്യ മൈൻഡ് സെറ്റുകളായ സാധുക്കളുടെ അവസരം ഉപയോഗപ്പെടുത്തൽ. ആ അവസരത്തിൽ നമ്മൾ വശംവദരാവാതിരിക്കുക. ഇന്നലെ ഒരക്കരെയുള്ളയാൾ മെസ്സേജ് വിട്ടു. അപ്പൊ സ്വാഭാവികമായും ആ ഉത്തരവ് കിട്ടാൻ വേണ്ടി കുറെ ആളുകൾ ആ FB പോസ്റ്റിൽ കയറി. ആ FB പോസ്റ്റിന് റീച്ച് കിട്ടി. ഹലോ, ആര് മുഖാന്തരം? നമ്മൾ മുഖാന്തരം റീച്ച് കിട്ടി. ഫൈനൽ റിസൾട്ട് പറയാൻ ഞാൻ പഠിച്ചവനല്ല സാറേ. ആ അക്കൗണ്ടിന് എന്ത് കിട്ടി? റീച്ച് കിട്ടി. ആ റീച്ച് കിട്ടാനുള്ള പണി നമ്മൾ ഉണ്ടാക്കിയെടുക്കരുത്. ആ റീച്ച് ഉണ്ടാക്കി കൊടുക്കുന്ന പണി നമ്മൾ കൊടുക്കരുത്. 4ാമത്തെ ഒരു കാര്യം കൂടി ബോധ്യപ്പെടുന്നു. ഈ വിഷയത്തിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഈ വിഷയത്തിൽ ഓരോ ആളുകൾക്ക് ഓരോ വൈകാരിക തലമുണ്ടാവും. ഇത്തരം മെസ്സേജ് വിടുന്ന ആളുകളെ കൈകാര്യം ചെയ്യണമെന്ന് ചിന്തിക്കുന്നവരുണ്ടാവും. ഇത് നമ്മൾ നേരിട്ട് കോടതിയിൽ പോകണമെന്ന് ചിന്തിക്കുന്നവർ, പല രീതിയിൽ ചിന്തിക്കുന്ന ആളുകൾ ഒരു കമ്മ്യൂണിറ്റിയിൽ ഉണ്ടാവും. അപ്പൊ അവിടെ ഒരു കോർഡിനേഷൻ നടന്നിട്ടില്ല എങ്കിൽ, ഒരു സമരം നടക്കുന്നതിന് മുമ്പ് എല്ലാ പ്ലാനും ചെയ്ത് വന്നിട്ടുണ്ടാവും. പക്ഷെ സമരത്തിനിടയിൽ പോലീസ് ഒരു ആകാശ വെടിയാണ് വെട്ടിച്ചാല്, വെടി പൊട്ടുമ്പോൾ എങ്ങോട്ടാണ് ഓടേണ്ടത് എന്ന് മുൻകൂട്ടി പറഞ്ഞിട്ടില്ല എങ്കിൽ ആ സമരക്കാർ 4 ഭാഗം ചിന്നിച്ചിതറി ഓടുന്നതാണ് അതിന്റെ ഏറ്റവും വലിയ പരാജയത്തിന് കാരണം. ഇതൊരു ക്രൈസിസിന്റെ സ്റ്റേജാണ്. ഇവിടെ ടീമുകളും സിസ്റ്റങ്ങളും ഒക്കെ മറന്ന് നമ്മുടെ മുഴുവൻ ലീഡേഴ്സും എമർജൻസി ആയ ഈ ഒരു കേസിന് വളരെ കൃത്യമായ നിർദ്ദേശങ്ങളും മെസ്സേജുകളും പരസ്പരം കൈമാറുന്ന ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്ത് അവിടെ കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. പരസ്പരമുള്ള കൃത്യമായ കോർഡിനേഷൻ നടത്തിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. ക്ലിയർ ആണല്ലോ? സർ, അത് ആരാവട്ടെ പോട്ടെ, ഏതെങ്കിലും സാധുക്കളായിരിക്കും, ദരിദ്രവാസികൾ, ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം, നമുക്കറിയില്ല. നമ്മൾ മെസ്സേജിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യാതിരിക്കാം. കൃത്യമായ മെസ്സേജുകൾ ഓരോ ടീമിന്റെയും ലീഡേഴ്സ് പരസ്പരം ടീമുകളും സിസ്റ്റങ്ങളും ഒക്കെ മറന്ന് വി ആർ ഹൈ റിച്ചിയൻസ് എന്ന ഫീലിങ്ങോടെ ഒരുമിച്ച് നിന്ന് കൃത്യമായ എന്താണോ നടത്തേണ്ട സമാന്തരമായ നടപടിക്രമങ്ങൾ അതിന്റെ പരിശ്രമങ്ങളുമായി മുന്നോട്ട് പോകുന്നുണ്ട്. അവർക്ക് നമ്മൾ എല്ലാവിധ പിന്തുണയും അർപ്പിക്കുക, അവരുടെ എല്ലാവിധ സപ്പോർട്ടുകൾ നമ്മൾ കൊടുക്കുക. നമ്മുടെ മെസ്സേജുകളും നമ്മുടെ ഫോർവേഡിങ്ങുകളും നമ്മുടെ എൻക്വയറികളും നമ്മുടെ വോയിസുകളും ഇതിന് പ്രതിസന്ധിയാവാത്ത രീതിയിലുള്ള പക്വത കാണിക്കലാണ് നമ്മൾ ഈ സമയത്ത് ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്തം. ആ ഉത്തരവാദിത്തം നിർവഹിക്കുവാൻ നമുക്ക് ഏവർക്കും സാധ്യമാവട്ടെ. പ്രാർത്ഥനയോടുകൂടി. യെസ് സർ, തീർച്ചയായിട്ടും നമുക്ക് ശത്രുക്കളില്ല. ഈ മെസ്സേജ് വിടുന്നവരൊക്കെ അവരൊക്കെ എന്താണ്, ഇങ്ങോട്ട് പിന്നീട് കടന്നു വരാനുള്ളവരാണ്. ഞാനും ഈ പറഞ്ഞ എന്റെ ജീവിതമേ എന്ന് സങ്കടപ്പെട്ട് നടക്കുന്നവരുടെ ടീമിൽപ്പെട്ടവരായിരുന്നു. പക്ഷെ ആ റിച്ച്നെസ് ബോധ്യപ്പെടാൻ സമയമെടുക്കും. എല്ലാവർക്കും ഒരേ സമയത്തിന് ആയിക്കൊള്ളണമെന്നില്ല. എത്രയോ ചരിത്രങ്ങൾ നോക്കിയാൽ അവരെ എതിർക്കുവാൻ അവർക്കെതിരെ വാളോങ്ങി നടന്നവരാണ് പിന്നീട് അവരുടെ വലിയ പ്രചാരകരായി മാറിയിട്ടുള്ളത്. ആ പ്രചാരണത്തിന് അവരൊക്കെ വരും. ആരും നമ്മുടെ ശത്രുക്കളല്ല. അവർക്ക് നമ്മൾ ഒരു പക്ഷേ ശത്രുവാണെന്ന് തോന്നിയാലും, കാരണം അവരുടെ സിസ്റ്റങ്ങൾക്ക് നമ്മൾ ഏത് സൈഡിൽ നിന്ന് ആലോചിക്കേണ്ടത്, അവരെന്തുകൊണ്ട് ഇതിനെ എതിർക്കുന്നു? അവരുടെ നിലനിൽപ്പിന് വേണ്ടി. നമ്മെ കറക്റ്റ്. അവരുടെ ജീവിത മാർഗത്തിനു വേണ്ടി അവരെതിർക്കുന്നു. അപ്പൊ അവരുടെ ഭാഗം കുറ്റമുണ്ടോ? ഇല്ല. അവർക്കിത് ബോധ്യപ്പെടാത്തത് കൊണ്ടാണ്. എന്തുകൊണ്ടാണ് ബോധ്യപ്പെടാത്തത്? നമ്മൾ ഓരോരുത്തരും നമ്മൾ വ്യത്യസ്തമായ മൈൻഡ് സെറ്റിലും ജീവിത സാഹചര്യങ്ങളുമാണ് വന്നതും ജീവിച്ചതും വളർന്നതും. ഈ പറയുന്ന നമ്മൾ എത്ര കാലം കൊണ്ടാണ് നമുക്കിത് ബോധ്യപ്പെട്ടത്? നമുക്ക് ബോധ്യപ്പെടാൻ കാലതാമസം വന്നുവെങ്കിൽ നമ്മളൊരു പുതിയ കാലത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ സമയം വൈകി എന്നാണ്. ഇന്നും ട്രഡീഷണൽ ബിസിനസ് ആണ് ബിസിനസിന്റെ വരുമാന മാർഗം എന്ന് ചിന്തിക്കുന്ന എത്രയോ സാധുക്കൾ ഗൾഫിൽ നിന്ന് വന്ന് 20 വർഷത്തെ സമ്പാദ്യം ഇവിടെ ബിൽഡിംഗ് ആയി കെട്ടിയിട്ട് അതിന് ഫ്ലക്സ് വെക്കുന്നവർ നമ്മുടെ നാട്ടിലുണ്ട്. നിങ്ങൾ കാണാറല്ലേ? സഞ്ചരിക്കുന്ന വഴികളിലൊക്കെ ഫർണിച്ചർ ഷോറൂമുകൾ പോലും ബോർഡ് വെച്ചിരിക്കുകയാണ്. എന്താണ് ബോർഡ്? ഫർണിച്ചർ EMI വ്യവസ്ഥയിൽ ലഭ്യമാണ് എന്ന്. ഫർണിച്ചർ EMI വ്യവസ്ഥയിൽ ലഭ്യമാണ്. എന്താ അത് പറയാനുള്ള കാരണം? അത് പറയാനുള്ള കാരണം ഈ പ്രശ്നങ്ങൾ തന്നെയാണ്. ഒരു കാലത്തിന്റെ ബിസിനസിന്റെ ക്രൈസിസ് അവർ അനുഭവിക്കുന്നു. ഒരു ജ്വല്ലറിക്കാരൻ, അതുകൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുന്നു. ഒരു ജ്വല്ലറിക്കാരൻ എന്ത് ചെയ്യും? ഒരു സ്കീം കൊടുക്കും. ഓരോ മാസവും നിങ്ങൾ 1000 രൂപ അടച്ചാൽ 12 മാസം കഴിയുമ്പോൾ നിങ്ങളിൽ നിന്ന് ഒരാൾക്ക് നറുക്കെടുക്കും. ബാക്കിയുള്ളവർക്ക് നിങ്ങൾ നൽകിയ പണത്തിന്
സ്വർണം നൽകും, പണിക്കൂലി ഒഴിവാക്കി തരും. ഹലോ, സ്വർണം നൽകും, പണിക്കൂലി ഒഴിവാക്കി തരും. അതെന്താ? കൺസൈൻമെന്റ് അഡ്വാൻസ് ആണ് ആ ചെയ്യുന്നത്. കറക്റ്റ്? കൺസൈൻമെന്റ് അഡ്വാൻസ്. ഈ 11 മാസം കൊണ്ട് കസ്റ്റമേഴ്സിന് കിട്ടുന്ന പണം കൊണ്ട് അവർക്ക് മറ്റു ചില ബിസിനസ്സുകൾ ചെയ്യാൻ കഴിയും എന്നതാണ് പണിക്കൂലി ഒഴിവാക്കി കൊടുക്കാൻ അവരെ പ്രേരിപ്പിക്കുന്ന ഓഫർ. ആ പണിക്കൂലി ഒഴിവായി കിട്ടും എന്ന ഓഫറാണ് കസ്റ്റമറിന് കൺസൈൻമെന്റ് അഡ്വാൻസ് കൊടുക്കാനുള്ള പ്രചോദനം. ഇത് പരസ്പരം കണക്റ്റഡ് ആണ്. ഈ സിസ്റ്റം തന്നെയാണ് ഹൈ റിച്ച് ഓൺലൈൻ ഷോപ്പ് ചെയ്യുന്നത്. അവർ പണിക്കൂലി ഒഴിവാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നതെങ്കിൽ അതെവിടുന്ന ഒഴിവാക്കി കൊടുക്കുന്നത്? അവർക്ക് കിട്ടുന്ന പ്രോഫിറ്റിൽ നിന്ന്. നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റിൽ നിന്നോ? ഒരു പച്ചക്കറിക്കും പലചരക്കിനും പണിക്കൂലിയില്ല. അതുകൊണ്ട് നമ്മൾ ആ പണം ആ കസ്റ്റമറിന് തിരികെ നൽകുന്നു. ഇതാണ് ഹൈ റിച്ച് ഓൺലൈൻ ഷോപ്പിയുടെ ബിസിനസ്. ഈ സിസ്റ്റം, കൺസൈൻമെന്റ് അഡ്വാൻസ് സിസ്റ്റം ലീഗൽ അല്ലയോ? അത് ബഡ്സ് ആക്ടിന്റെ പരിധിയിൽ വരുന്നതാണോ? കേരളത്തിലെ 100 കണക്കിന് ബിസിനസ് സംരംഭങ്ങൾ ബഡ്സ് ആക്ടിന്റെ പരിധിയിലേക്ക് കൊണ്ടുവരേണ്ടി വരും. ഹലോ, ഐ റിപ്പീറ്റ്, കേരളത്തിലെ 100 കണക്കിന് ബിസിനസ് പ്രോജക്റ്റുകൾ ബഡ്സ് ആക്ടിന്റെ പരിധിയിലേക്ക് കൊണ്ടുവരേണ്ടി വരും. ഇതിന് എല്ലാവിധ സപ്പോർട്ടും നൽകുവാൻ നിയമപീഠമുണ്ട്, സർക്കാരുകളുണ്ട്. അതല്ലാത്ത നാലാംകിട ഞാഞ്ഞൂലുകളുടെ ശബ്ദങ്ങൾ കേട്ട് നമ്മൾ പാനിക് ആവാതിരിക്കുക, മുന്നോട്ട് പോവുക, പ്രാർത്ഥനയോടെ പ്രവർത്തനത്തോടെ മുന്നോട്ട് പോവുക. ഇനിയുള്ള നാളുകൾ ഏറ്റവും നല്ല ക്ലോസിങ്ങിന്റെ ഏറ്റവും മികച്ച സമയമാണ്. എന്തുകൊണ്ടാണ് വീണ്ടും അത് റിപ്പീറ്റ് ചെയ്യുന്നത്? വീണ്ടും അത് റിപ്പീറ്റ് ചെയ്യാനുള്ള കാരണം, ഇവിടുന്ന് അങ്ങോട്ട് എന്തായിരുന്നോ ഇതുവരെ പറഞ്ഞ് ഏത് ഓലപ്പാമ്പ് കാണിച്ചായിരുന്നോ പേടിപ്പിച്ചിരുന്നത്, അത് ഇനി പേടിപ്പിക്കാൻ സമയം കിട്ടാത്ത, അവസരം കിട്ടാത്ത ബെസ്റ്റ് ബിസിനസ് ഓപ്പർച്യൂണിറ്റിയാണ് നമുക്ക് വരാനുള്ളത്. താങ്ക് യു, താങ്ക് യു, താങ്ക് യു ഓൾ.